ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ സെഷൻ. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെ വരെ എത്തി? കസ്റ്റംസിന്റെ മൂന്നാമത്തെ ലെക്ചറാണെന്ന്. മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകണം. ആകെ കസ്റ്റംസിൽ 4 ചാപ്റ്റർ ആണുള്ളത്. അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ ഇന്ന് പഠിക്കാൻ പോകണം. മൂന്നാമത്തെ ലെക്ചർ നമുക്കറിയാം. ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മുടെ ഈ കസ്റ്റംസിന്റെ സീരീസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ഫുൾ പഠിക്കണം. ആകെ കുറച്ച് മാർക്കിന് മാത്രമാണ് കസ്റ്റംസ് ചോദിക്കുന്നത്. അപ്പൊ കുറച്ച് മാർക്കിനുള്ള സാധനം വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഫുൾ പഠിക്കും. അതാണ് നമ്മുടെ ലക്ഷ്യം. കറക്റ്റ് അല്ലേ? ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കസ്റ്റംസിന്റെ ബാക്കി പഠിക്കാം. അങ്ങനെ വെറുതെ അങ്ങ് പഠിച്ചാൽ മതിയോ? പോരാ. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് റിവൈസ് ചെയ്തിട്ടാണ് ഇന്ന് പുതിയതായിട്ട് പഠിക്കേണ്ടത്. ശരി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എത്ര ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഉണ്ടെന്നാണ് നമ്മൾ ഫസ്റ്റ്, അതായത് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ. ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്, എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. ഇമ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്, എക്സ്പോർട്ട് ഡ്യൂട്ടി ഉണ്ട്. എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഗുഡ്സുകൾക്ക് സ്പെസിഫിക് ആയിട്ട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന റേറ്റ്. അത് നമ്മുടെ കസ്റ്റംസ് ടാരിഫ് ആക്ടിന്റെ ഷെഡ്യൂൾ 2 പറഞ്ഞിട്ടുണ്ട്. കസ്റ്റംസ് ടാരിഫ് ആക്ടിന്റെ ഷെഡ്യൂൾ 2 പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട? കുറച്ച് വെറൈറ്റീസ് ഓഫ് ഗുഡ്സ് ഉണ്ട്. ആ ഗുഡ്സുകൾക്ക് ഇത്ര റേറ്റ് ഓഫ് എമൗണ്ട് ആണ് എക്സ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഗവൺമെന്റ് എപ്പോഴും എന്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും? എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കും. ശരി. ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? മറ്റൊരു രാജ്യത്ത് നിന്ന് ഗുഡ്സ് ഇന്ത്യയിലേക്ക് വരാം. ഇമ്പോർട്ട് ഡ്യൂട്ടിയെ പറ്റിയിട്ടാണ് നമ്മൾ രണ്ടാമത് പഠിച്ചത്. ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ ഫസ്റ്റ് പറയുന്നത് എന്താ? ബേസിക് കസ്റ്റം ഡ്യൂട്ടി. എന്താണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി? സിമ്പിൾ അല്ലേ? എല്ലാ ഗുഡ്സുകൾക്കും അല്ലെ, എന്തൊക്കെ ഗുഡ്സ് ഇന്ത്യയിലേക്ക് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടോ, ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ 10% ആണ് എന്തെന്ന് പറയുന്നത്? ബേസിക് കസ്റ്റം ഡ്യൂട്ടി. എന്താണ്? 10%. കറക്റ്റ് അല്ലേ? എത്ര പെർസെന്റേജ്? 10%. അപ്പോൾ ഒരു വാല്യൂ, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കും. ആ വാല്യൂവിന്റെ 10% എന്ത്? ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെ. സത്യം പറഞ്ഞ ബേസിക് കസ്റ്റം ഡ്യൂട്ടി 2 റേറ്റ് ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റ് ആയിട്ടുള്ള നമ്മളിപ്പോൾ പറഞ്ഞ 10%, 2 പ്രിഫറൻഷ്യൽ റേറ്റ്. നമ്മൾ ഏതെങ്കിലും പ്രിഫറൻഷ്യൽ ഏരിയയിൽ നിന്നാണ് വരുന്നത്, ഗവൺമെന്റ് ആ ഏരിയയിലേക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അതായത് 2 രാജ്യങ്ങൾ തമ്മിൽ സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ എഗ്രിമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പ്രിഫറൻഷ്യൽ റേറ്റ് കൊടുക്കാം. അത് നോർമലി സ്റ്റാൻഡേർഡ് റേറ്റിനേക്കാളും കുറവായിരിക്കും. പ്രശ്നമില്ല. അപ്പൊ നോർമലി ഒരു MCQനോ ബേസിക് കസ്റ്റം ഡ്യൂട്ടി റേറ്റ് എത്രയെന്ന് വെച്ചാൽ നമുക്ക് 10% പറയാം. പക്ഷേ എഫക്റ്റീവ് റേറ്റ് ഓഫ് കസ്റ്റം ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? 10% പ്ലസ് 10%, ടോട്ടൽ 11% എന്ന് പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ എന്താ? ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെ എപ്പോഴും കാണുന്ന ഒരാൾ അല്ലെ. ദാസൻ എന്ന് പറഞ്ഞ വിജയനും, ടോം എന്ന് പറഞ്ഞ ജെറിയും, റോമിയോ എന്ന് പറഞ്ഞ ജൂലിയറ്റും, കാഞ്ചന എന്ന് പറഞ്ഞാൽ മൊയ്തീന്റെ കാര്യം നമ്മൾ പറയും. അങ്ങനെയാണെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആരെ കൂടി നമ്മൾ അതിന്റെ കൂടെ പറയണം? സോഷ്യൽ വെൽഫെയർ സർചാർജ് അല്ലെ. ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10%. അല്ല, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ അഗ്രിഗേറ്റ് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് ടാക്സ് പ്ലസ് സെസ്, അതിന്റെ എത്ര പെർസെന്റേജ്? 10%. ശരി. എന്നിട്ട് പറയാണ് ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10% ആക്ച്വലി വരാം. കാരണം കുറെ ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസിനെ ഒന്നും നിങ്ങൾ ഈ പറഞ്ഞ സോഷ്യൽ വെൽഫെയർ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ട. അല്ലെ, നമ്മൾ ഒരു പേരായിട്ട് പഠിച്ചില്ലേ? ഏതാ? ഫസ്റ്റ് സോഷ്യൽ, നമ്മുടെ സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും 2 പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടീസ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ട. പിന്നെ നമ്മുടെ സിംഗിൾ പേഴ്സൺ ആയിട്ടുള്ള എന്താ? CVD ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ, കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. ശരി. പിന്നെ IGSTയും GST കോമ്പൻസേഷൻ സിസ്റ്റം. ഈ 5 ആൾക്കാരെ, ഈ 5 ഡ്യൂട്ടീസിന് ഒരിക്കലും എന്തായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട? നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ വെൽഫെയർ സർചാർജ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു എമൗണ്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബേസിക്കലി പറയുകയാണെങ്കിൽ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയുടെ 10% ആണ് വരാം. പക്ഷേ ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് വേറെ ഐറ്റംസ് ഒക്കെ വരാവേ. നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ അതിനകത്ത് കണ്ടത്. ശരി. അത് കഴിഞ്ഞ് നേരെ താഴോട്ട് വരികയാണെങ്കിൽ GST പറ്റി പറഞ്ഞു. എന്താ GST? അതായത് ഇന്ത്യയിൽ വിൽക്കുന്ന സാധനങ്ങൾക്ക് GST ഉണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് GST ഇല്ലെങ്കിൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിന്റെ വില കുറയും. വില കുറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ ഇൻഡസ്ട്രി ഡാമേജ് ആവും അല്ലേ. അത് നമ്മൾ പെർമിറ്റ് ചെയ്യോ? ഇല്ല. അപ്പൊ ഗവൺമെന്റ് പറഞ്ഞു, ഇന്ത്യയിൽ ഒരു പ്രോഡക്റ്റിന് GST ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനത്തിനും കൂടി നമ്മൾ എന്ത് മേടിക്കും? IGST മേടിക്കും. ഇന്ത്യയിൽ എത്ര റേറ്റ് ഓഫ് GST ആണ് മേടിക്കുന്നത്, അതേ സെയിം റേറ്റ് ഓഫ് GST നമ്മൾ IGST ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ആയിട്ട് മേടിക്കും. കറക്റ്റ് അല്ലേ? ശരി. ആ GST കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? നമ്മുടെ അസസബിൾ വാല്യൂ, അതായത് ആക്ച്വൽ വാല്യൂ പ്ലസ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി പ്ലസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് പ്ലസ് ADD, അതായത് ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും പ്ലസ് സേഫ് ഗാർഡ് ഡ്യൂട്ടിയും. ഈ പറയുന്ന ഇത്രയും ഡ്യൂട്ടീസ് ആഡ് ചെയ്ത് വരുന്ന വാല്യൂന്റെ പെർസെന്റേജ് ആണ് നമ്മൾ GST ആയിട്ട് കൺസിഡർ ചെയ്യുക. ശരി. അങ്ങനെ അതെങ്കിൽ കുറെ ലക്ഷറി ഗുഡ്സ്, ഹൈ എൻ കാറുകൾ, ഹൈ എൻ ലക്ഷറി ഐറ്റംസ്, ടൊബാക്കോ, ഇങ്ങനെയുള്ള എറേറ്റഡ് വാട്ടർ, ഇങ്ങനെയുള്ള എന്താ പറയാ ഡീമെറിറ്റ് ഗുഡ്സുകൾ എന്നൊക്കെ വേണ്ടി വിളിക്കാം. ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ GSTക്ക് പുറമെ എക്സ്ട്രാ എന്ത് വരും? ഒരു GST കോമ്പൻസേഷൻ സെസും കൂടി വരും. സെയിം വാല്യൂന് മുകളിലല്ലേ? എന്താ? അസസബിൾ വാല്യൂ, ബേസിക് കസ്റ്റം ഡ്യൂട്ടി, സോഷ്യൽ വെൽഫെയർ സർചാർജ്, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, സേഫ് ഗാർഡ് ഡ്യൂട്ടി. ഈ പറഞ്ഞ എമൗണ്ട് കൂട്ടുക. അതിനുശേഷം GST കോമ്പൻസേഷൻ സെസ് നമുക്ക് ഡയറക്റ്റ് ആ ഒരു എമൗണ്ടിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും. സിമ്പിൾ അല്ലേ? ശരി. അതിന്റെ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ടെക്സ്റ്റിലെ ക്വസ്റ്റൻ ഇല്ല എങ്കിൽ പോലും നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. പിന്നെ കുറച്ച് പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടീസ് ആണ്. ഒന്നാമത് സെയിം പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രിക്ക് ഡാമേജ് വരുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ കസ്റ്റംസ് ടാരിഫ് കമ്മീഷണർക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്യാം. ഇനി സേഫ് ഗാർഡ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ സെയിം ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ അത് ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ ഒരു ത്രെട്ടായിട്ട് അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കോമൺലി എന്തെങ്കിലും സേഫ് ഗാർഡ് ഡ്യൂട്ടി നമുക്ക് ഒരു പ്രോഡക്റ്റിന് മുകളിൽ ഇമ്പോസ് ചെയ്യാം.
ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എക്സ്ട്രാ ക്വസ്റ്റൻ ഒക്കെ നമ്മൾ ചെയ്തതാ. എന്താ അഗ്രിഗേറ്റ് ആയ നമ്മൾ ടോട്ടലി ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം ഇൻഡിവിജ്വലി 3% കൂടുന്നുണ്ടെങ്കിൽ സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്. ശരി, ഇനി ഇൻഡിവിജ്വലി കൂടുന്നില്ല, ഇൻഡിവിജ്വലി 3%-നേക്കാളും താഴെയാണെങ്കിൽ ആ താഴെയുള്ള ഐറ്റംസ് എല്ലാം കൂടി കൂട്ടുമ്പോൾ അതിന്റെ അഗ്രിഗേറ്റ് 9% മുകളിൽ വന്നാലും സേഫ് ഗാർഡ് ഡ്യൂട്ടി ഉണ്ട്. ഇനി സേഫ് ഗാർഡ് ഡ്യൂട്ടി പ്രൊവിഷണൽ ബേസിൽ കൊടുക്കാം, 200 ഡേയ്സിന് ഫർദർ വേണമെങ്കിൽ റീഫണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ എമൗണ്ട് അവർക്ക് കയ്യിൽ വെച്ചേക്കാം. സേഫ് ഗാർഡ് ഡ്യൂട്ടി നോർമലി ഇമ്പോസ് ചെയ്യുന്നത് 4 വർഷത്തേക്കാണ്, പക്ഷേ വേണമെങ്കിൽ ഗവൺമെന്റ് അത് 4 എന്നുള്ളത് 10 വർഷത്തേക്ക് എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് പറ്റും. ക്വസ്റ്റൻ നമ്മൾ ചെയ്തില്ലേ, ഓർമ്മയുണ്ടോ? ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഡെവലപ്ഡ് കൺട്രി അല്ല, ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ള ഇമ്പോർട്ട് ഇൻഡിവിജ്വലിന് 3%. ഇനി 3%-നുള്ളിൽ വന്നില്ലെങ്കിൽ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ചേർന്ന് 9%. ശരി, കൗണ്ടർ വീലിംഗ് ടാക്സ് ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ കൗണ്ടർ വീലിംഗ് ഡ്യൂട്ടി ഓൺ സബ്സിഡൈസ്ഡ് ആർട്ടിക്കിൾ. എന്താ, പുറത്തുനിന്ന് ഒരു സാധനം ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ പുറത്ത് രാജ്യത്ത് ചിലപ്പോൾ ആ പ്രോഡക്റ്റിന് സബ്സിഡി കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അവരുടെ കോസ്റ്റ് കുറയും. കോസ്റ്റ് കുറച്ച് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയും കുറയും. അതുപോലെ ഇവിടെ നമുക്ക് ലോക്കൽ പ്രോഡക്റ്റ് എന്താ വില കുറച്ച് വിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഗവൺമെന്റ് പറഞ്ഞാൽ അത് പറ്റില്ല, നിങ്ങൾക്ക് സബ്സിഡി കിട്ടിയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നെങ്കിൽ അവിടെ കിട്ടിയ സബ്സിഡി ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ ഡ്യൂട്ടി ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കും. അടുത്ത ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഇന്ത്യയിലെ സാധനങ്ങൾ ഡംപ് ചെയ്യാൻ ശ്രമിക്കോ, ഇല്ല നമ്മുടെ WHO അല്ല, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO എന്ത് ചെയ്യും, കുറേ രാജ്യങ്ങളും ഫോറിൻ ട്രേഡ് പോളിസി എല്ലാം കൂടെ ചേർന്നിട്ട് ഒരുമിച്ച് അവർ തീരുമാനിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രോഡക്റ്റുകളൊന്നും ഒരിക്കലും മറ്റൊരു രാജ്യത്ത് കൊണ്ട് ഡംപ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല. അതിനുവേണ്ടി ഇമ്പോസ് ചെയ്യുന്ന സാധനമാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി. ഓക്കെ അല്ലേ, ശരിയല്ലേ? ഇത്രയും സാധനങ്ങൾ മാത്രം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്, ഇത്രേ ഉള്ളൂ. ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ ചാപ്റ്റർ എന്താ? പുതിയ ചാപ്റ്റർ വാല്യുവേഷൻ റൂൾസ്. വാല്യുവേഷൻ റൂൾസ് അവിടെ നിൽക്കട്ടെ. ഇത് നിങ്ങൾ നോക്കടാ, നമ്മൾ ഈ ലാസ്റ്റ് ക്ലാസ്സിൽ ഇത്രയും ടൈപ്പ് ഓഫ് ഡ്യൂട്ടി എന്തിന്റെ മുകളിലാണ് കണ്ടുപിടിക്കുന്നത്? നിങ്ങൾ നോക്കി, അതായത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ബേസിക് കസ്റ്റം ഡ്യൂട്ടി പഠിച്ചു അല്ലെ? എന്തിന്റെ പുറത്ത്? അസസബിൾ വാല്യൂ, നമ്മൾ AV എന്ന് വിളിക്കും, അസസബിൾ വാല്യൂ. അതിന്റെ പുറത്താണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ എമൗണ്ട് കണ്ടുപിടിക്കും, അതിന്റെ കൂടെപ്പാണ് ആഡ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി അറ്റ് എത്ര പെർസെന്റേജ്? 10% അല്ലെ? ഇനി ആഡ് എന്ത്? സോഷ്യൽ വെൽഫെയർ സർചാർജ് അറ്റ് എത്ര പെർസെന്റേജ്? 10% ഓഫ് ബേസിക് കസ്റ്റം ഡ്യൂട്ടി അല്ലെ? അപ്പൊ ഈ അസസബിൾ വാല്യൂ ആണ് ഇമ്പോർട്ടന്റ്. കറക്റ്റ് അല്ലേ? ശരി, ഇനി നിങ്ങൾ GST പഠിച്ചു നോക്കി. GST പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? GST പറഞ്ഞപ്പോഴും സെയിം. അതിയുമ്പോൾ അസസബിൾ വാല്യൂ കണ്ടുപിടിക്കുക, അസസബിൾ വാല്യൂവിനോടൊപ്പം ബേസിക് കസ്റ്റം ഡ്യൂട്ടിയും സോഷ്യൽ വെൽഫെയർ സർചാർജും ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയും സേഫ് ഗാർഡ് ഡ്യൂട്ടിയും ഇമ്പോസ് ചെയ്യുക എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ബേസിക് കസ്റ്റം ഡ്യൂട്ടിയാണ് നമ്മുടെ മെയിൻ അല്ലേ? നമ്മൾ GST പഠിച്ചപ്പോൾ അവിടെ എന്താ പഠിച്ചത്? ആക്ച്വൽ വാല്യൂ ഓഫ് സപ്ലൈ. കറക്റ്റ് അല്ലേ? വാല്യൂ ഓഫ് സപ്ലൈ. GSTയിൽ വാല്യൂ ഓഫ് സപ്ലൈ ആണെങ്കിൽ ഇതിന്റെ പേരാണ് അസസബിൾ വാല്യൂ. അസസബിൾ വാല്യൂ, അസസബിൾ വാല്യൂ നമുക്ക് വിളിക്കാം, അസസബിൾ വാല്യൂ എന്ന് വിളിക്കാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് അസസബിൾ വാല്യൂ? എന്താണ് അസസബിൾ വാല്യൂ? നിങ്ങൾക്ക് കുറച്ച് ബാക്കിലോട്ട് ചിന്തിച്ച് GST പഠിച്ച സമയത്ത്, വാല്യൂ ഓഫ് സപ്ലൈ പഠിച്ച സമയത്ത് നമ്മളോട് പറഞ്ഞാണ് ട്രാൻസാക്ഷൻ വാല്യൂ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാല്യൂ ഓഫ് സപ്ലൈ ഇഫ് some conditions are to be satisfied. എന്തൊക്കെയാ? price must be sole consideration and the buyer and seller should not be related person or a distinct person. കറക്റ്റ് അല്ലേ? ഇനി റിലേറ്റഡ് പേഴ്സൺ, ഡിസ്റ്റിങ്ക്ട് പേഴ്സണോ അല്ലെങ്കിൽ പ്രൈസ് സോൾ കൺസിഡറേഷൻ അല്ലെങ്കിൽ നേരെ വാല്യുവേഷനിലേക്ക് പോകണം. വാല്യുവേഷനിൽ പറയുന്നുണ്ട് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി. ഓർമ്മയുണ്ടാവും, ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാണ്ടിറ്റി. അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ഉണ്ടാവും, അല്ലെങ്കിൽ റെസിഡ്യൂവൽ ക്ലോസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ? ആ സെയിം സാധനത്തിന് ഒരു ഡിക്റ്റോ തന്നെ എവിടെയും പഠിക്കാൻ പോകണം. അത്രേ ഉള്ളൂ. അവിടെ പഠിച്ച ആ ഒരു അറിവ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ശരി, പറയുന്ന സെക്ഷൻ 14 ഇതേ സിമിലർ സെക്ഷൻ തന്നെയാണ് നമ്മൾ GSTയിലും പഠിച്ചത് വാല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ വാല്യൂഷൻ പറയുന്ന സെക്ഷൻ 14 ആണ്. വാല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ എന്താണ്? സെക്ഷൻ 14. ഇമ്പോർട്ടിന്റെ കേസിലും എക്സ്പോർട്ടിന്റെ കേസിലും നമ്മൾ അവിടെ പഠിച്ചതുപോലെ തന്നെ ഇമ്പോർട്ടിന്റെ കേസിലും എക്സ്പോർട്ടിന്റെ കേസിലും ട്രാൻസാക്ഷൻ വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? വാല്യൂ ഓഫ് സപ്ലൈ. വാല്യൂ ഓഫ് സപ്ലൈ അല്ല, ഇവിടെ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ അസസബിൾ വാല്യൂ എന്ന് വിളിക്കാം. അസസബിൾ വാല്യൂ എന്ന് വിളിക്കാം. ഇമ്പോർട്ടിന്റെ കേസിലും എക്സ്പോർട്ടിന്റെ കേസിലും നമുക്ക് ട്രാൻസാക്ഷൻ വാല്യൂവിനെ ട്രീറ്റ് ചെയ്യാം, പക്ഷേ കുറച്ച് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് സെക്ഷൻ 14(1) പറയുന്നത്. ശരി, 14(2) പറയുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ സ്പെസിഫിക് ആയിട്ട് കുറെ പ്രൊഡക്റ്റുകൾ പറയുന്നുണ്ട്. ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ കസ്റ്റംസ് വാല്യൂ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ. അത് നമുക്ക് പഠിക്കാനില്ല. നമുക്ക് ഈ ഫസ്റ്റ് സാധനമാണ് മെയിൻലി പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ സാധനത്തിന്റെ സ്പെഷ്യൽ കേസുള്ള സാധനത്തിനൊന്നും നമുക്ക് പഠിക്കാനായിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ഒരു 10 പ്രാവശ്യം എൻ്റെ കൂടെ പറയണം. എത്ര പ്രാവശ്യം പറയണം? 10 പ്രാവശ്യം. 10 പ്രാവശ്യമൊക്കെ പറയണം. എൻ്റെ കൂടെ പറയണം, ഉറക്കെ പറയണം, എല്ലാവരും കേൾക്കുമ്പോൾ പറയണം. അച്ഛനോ അമ്മയോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ കൂട്ടുകാരോ വീട്ടുകാരോ ആരെങ്കിലും ചോദിച്ചാൽ പറയണം, ഞങ്ങൾ കസ്റ്റം ഡ്യൂട്ടി പഠിക്കുക, ഞങ്ങൾ ഭാവിയിൽ കസ്റ്റംസ് ഓഫീസറൊക്കെ ആവാൻ പോവാ, അപ്പൊ ഞങ്ങൾക്ക് തറവായിട്ട് പഠിക്കാൻ വേണ്ടി മനസ്സിലിരുത്തി പറയുന്നതാണെന്ന് കൂടി പറയണം. ശരി, എന്നാ നോക്കി, വാല്യൂ ഓഫ് എക്സ്പോർട്ട് ആണെങ്കിൽ, എക്സ്പോർട്ടഡ് ഗുഡ്സ് ആണെങ്കിൽ FOB എന്ന് പറഞ്ഞ്, എക്സ്പോർട്ട് ഗുഡ്സ് ആണെങ്കിൽ FOB, ഇമ്പോർട്ട് ഗുഡ്സ് ആണെങ്കിൽ CIF. എക്സ്പോർട്ട് ഗുഡ്സ് ആണെങ്കിൽ FOB, ഇമ്പോർട്ട് ഗുഡ്സ് ആണെങ്കിൽ CIF. എക്സ്പോർട്ട് ഗുഡ്സ് ആണെങ്കിൽ FOB, ഇമ്പോർട്ട് ഗുഡ്സ് ആണെങ്കിൽ CIF. എന്നോട് പറഞ്ഞാൽ എക്സ്പോർട്ട് ആണെങ്കിൽ FOB, ഇമ്പോർട്ട് ആണെങ്കിൽ CIF. 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 മറന്നുപോലെ
അപ്പൊ എക്സ്പോർട്ട് FOB ABCDEF എന്നല്ലേ നമ്മൾ പഠിക്കുന്നത്. ഈ കഴിഞ്ഞിട്ടല്ലേ എഫ് വരുന്നത്. ABCDEF എന്നല്ലേ പഠിക്കുന്നത്. അപ്പൊ എക്സ്പോർട്ട് ആണെങ്കിൽ FOB, അങ്ങനെ ഓർത്ത് വെച്ചുക. എക്സ്പോർട്ട് ആണെങ്കിൽ FOB. ശരി. ഇമ്പോർട്ട് ആണെങ്കിൽ CIF. അത് എക്സ്പോർട്ട് FOB ആണെങ്കിൽ ഇമ്പോർട്ട് CIF ആണെന്ന് ഓർത്ത് ചെയ്താൽ മതി. പഠിക്കോ. ഇനി ചിലർ ചിന്തിക്കുന്നു അറിയോ, സാറേ ABC കഴിഞ്ഞിട്ടാണല്ലോ ഇയും എഫ് ഒക്കെ വരുന്നത്. അപ്പൊ എക്സ്പോർട്ട് ആണെങ്കിൽ CIF എന്ന് ചിന്തിക്കരുത്. അടുത്ത് കിടക്കുന്ന നോക്കാം. ഓക്കെ, ഇ കഴിഞ്ഞാണ് എഫ്, സി കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് ഒരു ഡി ഉണ്ട്, അപ്പൊ പറ്റൂല. അപ്പോ CF കറക്റ്റ് അല്ലേ. ഇപ്പൊ പറഞ്ഞ എക്സ്പോർട്ട് ആണെങ്കിൽ FOB, ഇമ്പോർട്ട് ആണെങ്കിൽ CIF. എക്സ്പോർട്ട് ആണെങ്കിൽ FOB, ഇമ്പോർട്ട് ആണെങ്കിൽ CIF. എന്തു സാറേ, എന്ത് FOB, എന്ത് CIF, എന്ത് സംഭവം എന്താ അറിഞ്ഞൂടല്ലോ, അറിയണ്ട, പിന്നെ പഠിക്കാം, കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. ഇപ്പൊ എന്തായാലും മറക്കരുത്, എക്സ്പോർട്ട് ആണെങ്കിൽ FOB, ഇമ്പോർട്ട് ആണെങ്കിൽ CF. ABCDE കഴിഞ്ഞാണ് എഫ്, അതുകൊണ്ട് എക്സ്പോർട്ട് ആണെങ്കിൽ FOB, ഇമ്പോർട്ട് ആണെങ്കിൽ CF. സംശയം ഉണ്ടോ? ഇല്ല. ശരി. അപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ ഒരു സെക്ഷന്റെ പേര് പറഞ്ഞില്ലേ, എന്താ, സെക്ഷൻ 14 സബ്സെക്ഷൻ 1. 14 സബ്സെക്ഷൻ 1 പറയുന്നത് എന്താ, സിമ്പിളാ. വെറുതെ നമ്മൾ GST പഠിച്ച അതേ സാധനം, പ്രത്യേകിച്ച് ഒരു മാറ്റമില്ല. എന്താ പറയുന്നത് അറിയാമോ, ദ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. നമ്മൾ ഇമ്പോർട്ടിനെ പറ്റിയാണ് ആദ്യം പഠിക്കുന്നത്, എക്സ്പോർട്ടിനെ പറ്റി പിന്നെ പഠിക്കും. കാരണം എക്സ്പോർട്ടിന്റെ വാല്യൂവും കണ്ടുപിടിക്കണം, ഇമ്പോർട്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ്പോർട്ടിന്റെ വാല്യൂവും കുറെ വാല്യുവേഷൻ റൂൾസും പഠിക്കണം, ഇമ്പോർട്ടിന്റെ വാല്യൂവും കുറെ വാല്യുവേഷൻ റൂൾസും പഠിക്കണം. ഇതിൽ നമുക്ക് ഇമ്പോർട്ടിന്റെ കാര്യം മാത്രമേ പഠിക്കാനുള്ളൂ, എക്സ്പോർട്ടിന്റെ കാര്യം പ്രത്യേകിച്ച് പഠിക്കാനായിട്ടൊന്നുമില്ല. എക്സ്പോർട്ടിന്റെ ജസ്റ്റ് ഒരു റീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു പേജിൽ മാത്രം അവരത് ചുരുക്കി, ഒറ്റ പേജിൽ ചെറുതായിട്ട്, അത് ഒരു പേജ് കംപ്ലീറ്റ് ഇല്ല, അതിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു, ഒരു റീഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് സിലബസിൽ പഠിക്കാനായിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ പഠിച്ചാൽ മതി. ഇമ്പോർട്ട് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ ഇമ്പോർട്ട് ആണ്. ശരി, ആയിക്കോട്ടെ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പോർട്ട് പഠിക്കാം. സെക്ഷൻ 14 സബ്സെക്ഷൻ 1. ഓക്കെ, വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആണ്. വാല്യൂ ഓഫ് ആരാണ്? ഇമ്പോർട്ടഡ് ഗുഡ്സ്. സിമ്പിളാ. നോക്കി, വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൾ ബി ട്രാൻസാക്ഷൻ വാല്യൂ. ശ്രദ്ധിച്ചേ, വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് എന്തായിരിക്കും? ട്രാൻസാക്ഷൻ വാല്യൂ ആയിരിക്കും. ഇതേ സെയിം സ്റ്റേറ്റ്മെന്റ് സാറേ ഞങ്ങൾ GST പഠിച്ചപ്പോൾ ഇവിടെ വീണ്ടും പഠിക്കേണ്ട കാര്യമുണ്ട്. ഓക്കെ, വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആൾ ബി ട്രാൻസാക്ഷൻ വാല്യൂ ഓഫ് സച്ച് ഗുഡ്സ് ദാറ്റ് ഈസ് ടു സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. ഇതും കൂടെ ഉണ്ടെങ്കിൽ വാല്യൂ ഓഫ് ഗുഡ്സിനെ നമുക്ക് ഇമ്പോർട്ടഡ് ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ശരി, ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വാല്യൂനെ ട്രാൻസാക്ഷൻ വാല്യൂ ട്രീറ്റ് ചെയ്യാം. എന്തൊക്കെയാ? സിമ്പിളാ. വെറുതെ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതേണ്ട ഒരു സെന്റൻസ് ആണ്. ആ സെന്റൻസിനെ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് ടിക്ക് കൊടുത്ത് എഴുതിയിരിക്കുന്നുള്ളൂ. എന്ന് നോക്കി, ദാറ്റ് ഇറ്റ് ടു സേ ദ പ്രൈസ് ആക്ച്വലി പെയ്ഡ് ഓർ പേബിൾ ഫോർ ദ ഗുഡ്സ്. അതായത് ഈ സാധനത്തിന് വേണ്ടി നിങ്ങൾ ഒരു പ്രൈസ് കൊടുത്തിരിക്കണം. ആയിക്കോട്ടെ. അത് മാത്രമല്ല, ദ പ്രൈസ് ഈസ് സോൾ കൺസിഡറേഷൻ ഫോർ ദ സെയിൽ. കണ്ടോ, ആ ഒരു സെയിലിന്റെ സോൾ കൺസിഡറേഷൻ ആയിരിക്കണം ആ ഒരു പ്രൈസ്. കഴിഞ്ഞില്ല, വെൻ ഗുഡ്സ് സോൾഡ് ടു ഇന്ത്യ. കണ്ടോ, ഇന്ത്യയിൽ ഗുഡ്സ് വിൽക്കുമ്പോൾ നിങ്ങൾ പ്രൈസ് കൊടുത്തിരിക്കണം. ശരി, ഫോർ ദ ഡെലിവറി അറ്റ് ദ ടൈം ആൻഡ് ദ പ്ലേസ് ഓഫ് ഇമ്പോർട്ടേഷൻ വേർ ദ ബയർ ആൻഡ് സെല്ലർ ഓഫ് ഗുഡ്സ് ആർ നോട്ട് റിലേറ്റഡ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാ സംഭവം? ഒന്ന്, ആക്ച്വലി ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പ്രൈസ് കൊടുക്കണം. ആ പ്രൈസ് സോൾ കൺസിഡറേഷൻ ആയിരിക്കണം. അതുപോലെ ബയറും സെല്ലറും റിലേറ്റഡ് ആവാനും പാടില്ല. GST പഠിച്ച അതേ സാധനം GST പഠിച്ച എന്താ, ട്രാൻസാക്ഷൻ വാല്യൂ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാല്യൂ ഓഫ് സപ്ലൈ ഇഫ് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. എന്താ, ബയറും സെല്ലറും റിലേറ്റഡ് ആവാൻ പാടില്ല, പ്രൈസ് സോൾ കൺസിഡറേഷൻ ആവാനും വേണം. അപ്പൊ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഇവിടെ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. എന്താ, ഗുഡ്സ് ആക്ച്വലി ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട് ചെയ്യണം, ഇന്ത്യയിൽ ഇമ്പോർട്ട്. പിടിയിട്ടു. അപ്പൊ ഇന്ത്യയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോഴാണ് ഇമ്പോർട്ട്, മറ്റൊരു രാജ്യത്ത് നിന്ന് എക്സ്പോർട്ട്. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗുഡ്സ് ഇന്ത്യയിലേക്ക് വിറ്റ് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. പിന്നെ ബയറും സെല്ലറും റിലേറ്റഡ് ആവാനും പാടില്ല. അതുപോലെ പ്രൈസ് സോൾ കൺസിഡറേഷനും ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ട്രാൻസാക്ഷൻ വാല്യൂനെ തന്നെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആ ട്രാൻസാക്ഷൻ വാല്യൂനെ തന്നെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ട്രാൻസാക്ഷൻ വാല്യൂനെ തന്നെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സിമ്പിൾ കോൺസെപ്റ്റ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ശരി, അപ്പോൾ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞുതരാം. ഈ സെക്ഷൻ 14(1) തന്നെ നമ്മുടെ എക്സ്പോർട്ടിന്റെ കാര്യവും പറയുന്നുണ്ട്, എക്സ്പോർട്ടഡ് ഗുഡ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇത് ഞാൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എക്സ്പോർട്ടിന്റെ കാര്യം പറയുന്നുണ്ട്. എക്സ്പോർട്ടും സിമ്പിളാ. നോക്കി, ദ വാല്യൂ ഓഫ് എക്സ്പോർട്ടഡ് ഗുഡ്സ് ആൾ ബി സെയിം ട്രാൻസാക്ഷൻ വാല്യൂ ഇഫ് എന്താ, പ്രൈസ് നമ്മൾ പേ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, ഫോർ ഡെലിവറി അറ്റ് ദ ടൈം ഓർ പ്ലേസ് ഓഫ് എക്സ്പോർട്ടേഷൻ. ആയിക്കോട്ടെ. ദ ബയർ ആൻഡ് സെല്ലർ ഓഫ് ഗുഡ്സ് ആർ നോട്ട് റിലേറ്റഡ്. അത് മാത്രമല്ല, പ്രൈസ് മസ്റ്റ് ബി സോൾ കൺസിഡറേഷൻ. പ്രൈസ് അവിടെ എന്തായിരിക്കണം? സോൾ കൺസിഡറേഷൻ ആയിരിക്കണം. സെയിം കണ്ടീഷൻ അല്ലേ? കഴിഞ്ഞില്ല. അതിന്റെ കൂടെ സബ്ജക്ട് ടു സം അതർ കണ്ടീഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ് അണ്ടർ റൂൾ. കണ്ടോ, ഞങ്ങൾ റൂളിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, അതും കൂടി സ്പെസിഫൈ ചെയ്യണം. ശരി, ഇമ്പോർട്ടേഷന്റെ കേസിലും അത് തന്നെയാണ്. ഞങ്ങൾ താഴെ നോക്കി, സബ്ജക്ട് ടു അതർ കണ്ടീഷൻസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് അണ്ടർ റൂൾ. ഈ റൂൾ 8 എന്ന് ഇവിടെ എഴുതിയേക്കുന്ന വെട്ടിയേക്കട്ടോ. റൂൾ 8 അല്ല, അത് കൈതട്ടിയും കണ്ടു വന്നതാ. റൂൾ 8 അല്ല വെട്ടിയേക്ക്. റൂൾ സ്പെസിഫിക് റൂൾ ആസ് മേ ബി പ്രിസ്ക്രൈബ്.
ഓക്കെ, ഞങ്ങൾ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്, അതും കൂടി നിങ്ങളൊന്ന് പാലിച്ചേക്കണം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ഇതുവരെ നമ്മൾ എന്ത് പഠിച്ചു? ഒന്നും പഠിച്ചില്ല സാറേ. GST പഠിച്ച സ്ഥാനത്തിന്റെ ഒരു റിവിഷൻ. അവിടെ പ്രൈസ് മസ്റ്റ് ബി സോൾഡ് കൺസിഡറേഷൻ ഇഫ് 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 3 കണ്ടീഷൻ. എക്സ്പോർട്ട് ചെയ്യണം, പ്രൈസ് ഉണ്ടായിരിക്കണം, അത് സോൾഡ് കൺസിഡറേഷൻ ആയിരിക്കണം, റിലേറ്റഡ് ആവാനും പാടില്ല. പ്രൈസ് ഉണ്ടായിരിക്കണം, സോൾഡ് കൺസിഡറേഷൻ ആയിരിക്കണം, റിലേറ്റഡ് ആവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാല്യൂ ഓഫ് സപ്ലൈ. ട്രാൻസാക്ഷൻ വാല്യൂ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാല്യൂ ഓഫ് സപ്ലൈ. സിമ്പിൾ സാധനം. ശരി, കഴിഞ്ഞില്ല. നമ്മൾ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത്, ഗുഡ്സ് നമ്മൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മുൻകൂട്ടി കുറച്ച് ഡോക്യുമെന്റുകൾ സബ്മിറ്റ് ചെയ്യണം. ഡോക്യുമെന്റുകൾ മാത്രമല്ല, കുറച്ച് ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. മുൻകൂട്ടി കുറച്ച് ഡോക്യുമെന്റ്സോ ഡീറ്റെയിൽസോ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇനി റൂൾസിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട് ഞങ്ങൾ. കണ്ടോ, ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, സബ്ജക്റ്റഡ് ടു സം അതർ കണ്ടീഷൻസ് അല്ലെങ്കിൽ സച്ച് അതർ കണ്ടീഷൻസ് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ റൂൾസ് മെയ്ഡ് ഇൻ ദിസ് ബിഹാഫ്. ഇതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂൾസിലുള്ള കണ്ടീഷൻസും കൂടി നിങ്ങളൊന്ന് പാലിക്കണം. ശരി, റൂൾസിൽ പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ റൂൾ 11 പറയാം. റൂൾ സത്യത്തിൽ പറഞ്ഞാൽ പഠിക്കാൻ എത്രയുണ്ടെന്ന് അറിയാമോ? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്, 13 ഉണ്ട്. ഇത്രയും റൂൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ഓർഡറിലൊന്നും പഠിക്കേണ്ട, ഞാനിപ്പോൾ പറയുന്ന പോലെ പഠിച്ചാൽ മതി. ശരി, ഫസ്റ്റ് നമ്മൾ റൂൾ 11 ആണ് പറയുന്നത്. 11 എന്താ പറയുന്നത് അറിയാമോ? ഡിക്ലറേഷൻ ബൈ ദ ഇമ്പോർട്ടർ. ഡിക്ലറേഷൻ ബൈ ദ ഇമ്പോർട്ടർ ഒന്നുമില്ല, ഗുഡ്സ് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്തെ നമ്മുടെ ഇമ്പോർട്ടർ ഒന്ന് ഡിക്ലെയർ ചെയ്യണം. എന്തൊക്കെയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്? ഒന്നുമില്ല, നമ്മൾ ഫുൾ ഡീറ്റെയിൽസ്, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഇമ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെടുന്ന ഗുഡ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതായത് റിലേറ്റഡ് ടു വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്, നമ്മുടെ ഗുഡ്സിന്റെ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ്. ഇനി അതുപോലെ വേറെ കുറെ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടെങ്കിൽ അത് ഇൻഫർമേഷൻസോ ഡോക്യുമെന്റ്സോ ഇൻക്ലൂഡിംഗ് ഇൻവോയ്സ് ഫ്രം ദ മാനുഫാക്ചർ പ്രൊഡ്യൂസർ. നമ്മൾ അത് മാത്രമല്ല, പ്രോപ്പർ ഓഫീസർ വേറെ ഏതെങ്കിലും ഡീറ്റെയിൽസ് വേണമെന്ന് പറയുകയാണെങ്കിൽ ആ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളൊന്ന് ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അതുമാത്രമല്ല, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ, ബയറും സെല്ലറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അതും സ്പെസിഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ബയറും സെല്ലറും റിലേറ്റഡ് പേഴ്സൺ ആണോ അല്ലേന്ന്. ശരി ശരി അതുപോലെ ഡിക്ലയർഡ് വാല്യൂ, നമ്മൾ കുറെ റൂൾസും റെഗുലേഷൻസും ഒക്കെ പറയുന്നത് അനുസരിച്ച് ആ വാല്യൂ ഓഫ് സപ്ലൈ അല്ലെ, ആ ഒരു ട്രാൻസാക്ഷൻ വാല്യൂ എത്രയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ശരി, പിന്നെ കുറെ കണ്ടീഷൻസും റെസ്ട്രിക്ഷൻസും ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഇനി ഇൻവോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറ്റാച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ പ്രോപ്പർ ഓഫീസർ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. പഠിക്കോ? ശരി, ഈ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ് നമ്മുടെ പ്രോപ്പർ ഓഫീസർ വാല്യൂ ചെയ്തിട്ട് വേണമെങ്കിൽ അത് റിജക്ട് ചെയ്യാം. അതാണ് റൂൾ 12 പറയുന്നത്. എന്ത് ചെയ്യാം? റിജക്ട് ചെയ്യാം. റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ബാക്കി റൂൾസിൽ പറയുന്നുണ്ട്, നമുക്ക് പഠിക്കാം. നോക്കി, വെൻ ദ പ്രോപ്പർ ഓഫീസർ ഹാസ് റീസൺ ടു ഡൗട്ട് ദാറ്റ് ട്രൂത്ത് ആൻഡ് ആക്യുറസി ഓഫ് ദ വാല്യൂ ഡിക്ലെയർഡ് ഇൻ relation to the imported goods, okay, he may ask the importer for such goods to furnish further information including documents or other evidence. കണ്ടോ, വേണമെങ്കിൽ നമ്മുടെ ആർക്ക്, ഈ പ്രോപ്പർ ഓഫീസർക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്ത ഡീറ്റെയിൽസിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിലോ അത് ട്രസ്റ്റ്ഫുള്ളി അല്ലാന്ന് തോന്നുകയാണെങ്കിലോ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ വേറെ കുറെ മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡുകൾ ശുപാർശയൊക്കെ ചെയ്യാം. അപ്പോൾ ഒന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫർദർ എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്? ഗുഡ്സ് നമ്മൾ പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് ടിക്ക് എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യാണ്. ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഇമ്പോർട്ടേഷൻ സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഡിക്ലറേഷൻസ് ഫയൽ ചെയ്യേണ്ടി വരും. ആ ഡിക്ലറേഷൻ എൻട്രി ഇൻവേർഡും എൻട്രി അതിനെ പറ്റിയിട്ടൊന്നും അല്ല പറയുന്ന, ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആ ഡിക്ലറേഷൻ, ആ പറയുന്ന ഡീറ്റെയിൽസ് റൂൾ 11 അത് വേണമെങ്കിൽ നമ്മുടെ പ്രോപ്പർ ഓഫീസർക്ക് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഫർദർ ഡീറ്റെയിൽസ് വേണമെന്ന് പറയാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്യാം. ആയിക്കോട്ടെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, ശരി. ഇനി ഒന്ന് താഴോട്ട് വന്നേ. ഇനി നമ്മൾ വാല്യുവേഷൻ റൂൾസ് പഠിക്കാം. ഞാൻ പറഞ്ഞില്ല 1 മുതൽ 13 വരെ ഉണ്ട്. ആ 1 മുതൽ 13 വരെ ഉള്ളതിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പൊ നമ്മൾ 11 പഠിച്ചു, പിന്നെ 12 പഠിച്ചു. 11 പഠിച്ചു, 12 പഠിച്ചു. ബാക്കി പഠിക്കാം നമുക്ക്. സിമ്പിൾ ആണ്, പടപടേന്ന് തീരും, പെട്ടെന്ന് തീരും, ഒന്നുമില്ല, സിമ്പിൾ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ശ്രദ്ധിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ചേ. അതായത് കസ്റ്റംസ് വാല്യുവേഷൻ, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് റൂൾ 1988 മൈൻഡ് ചെയ്യേണ്ട, വിട്ടേക്ക്. 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് പ്രൈമറി മെത്തേഡും സെക്കൻഡറി മെത്തേഡും. പ്രൈമറി മെത്തേഡ് ഓൾറെഡി നിങ്ങൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്താ? ട്രാൻസാക്ഷൻ വാല്യൂനെ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാല്യൂ സപ്ലൈ. ട്രാൻസാക്ഷൻ വാല്യൂ ക്യാൻ ബി ട്രീറ്റഡ് ആസ് വാല്യൂ സപ്ലൈ. ശരി, അപ്പൊ നിങ്ങൾ എന്നും കൂടെ പഠിക്കണം. റൂൾ 3 കൂടി പഠിക്കണം. ശരി, റൂൾ 3 നമുക്ക് പഠിക്കാം. നമ്മൾ ഇതുവരെ പഠിച്ചത് ഇതാ, ട്രാൻസാക്ഷൻ വാല്യൂനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഇമ്പോർട്ടഡ് ഗുഡ്സിന്റെ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സബ്ജക്ട് ടു സർട്ടൻ കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻസ് എന്താ? 1 റിലേറ്റഡ് ആവാൻ പാടില്ല, 2 പ്രൈസ് സോൾഡ് കൺസിഡറേഷൻ ആവണം, ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണം. ശരി, അപ്പൊ നിങ്ങൾ നോക്കി റൂൾ 3 ഇവിടെ കിടക്കുന്നു. റൂൾ 3 പറയുന്ന കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് പ്രൈസ്
ആ ട്രാൻസാക്ഷൻ വാല്യൂവിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ? വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. ശരി, ട്രാൻസാക്ഷൻ വാല്യൂ ഷാൽ ബി അക്സെപ്റ്റ് ആസ് പ്രൈസ് പ്രൊവൈഡഡ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ശരി, എന്തൊക്കെയാണ് കണ്ടീഷൻസ്? ഒന്നുമില്ല, വെറുതെ കുറച്ച് കണ്ടീഷൻസ് പറയാം. നിങ്ങൾക്കറിയാം, നോക്കി, ദ സെയിൽ ഇൻ ഓർഡിനറി കോഴ്സ് ഓഫ് ട്രേഡ് അണ്ടർ ഫുള്ളി കോമ്പറ്റീറ്റീവ് കണ്ടീഷൻ എന്ന് പറഞ്ഞെന്താ? അതൊരു വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഫുള്ളി കോമ്പറ്റീറ്റീവ് കണ്ടീഷനിലുള്ള നോർമൽ ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആയിരിക്കണം. നമ്മുടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് പേഴ്സൺ ആണെന്ന് ഉണ്ടായിട്ട് ആ റിലേറ്റഡ് പേഴ്സൺ എന്നുള്ളത് മറച്ചു വെച്ചിട്ടോ, അല്ലെങ്കിൽ കൃത്രിമത്വം കാണിച്ചിട്ടുള്ള ട്രേഡ് ഒന്നും അവരുത്. അത് ഫുള്ളി കോമ്പറ്റീറ്റീവ്, അത് നോർമൽ ജെന്യുവൻ ട്രേഡ് ആയിരിക്കണം. പിടിയിട്ടോ? മനസ്സിലായോ? ഓക്കെ, അടുത്ത, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ്. അവിടെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഈ ട്രേഡ് നടത്താനുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ചില സിറ്റുവേഷനിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവാം. എന്തൊക്കെയാ? ഇപ്പൊ നിങ്ങൾ നോക്കി, ആർ ഇമ്പോർട്ടഡ് ഓർ റിക്വയർഡ് ബൈ ലോ അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി ഇൻ ഇന്ത്യ. അടുത്ത, ലിമിറ്റ് ബൈ ജിയോഗ്രഫിക്കൽ ഏരിയ. അതുപോലെ ഞാൻ പറയട്ടെ, ചില ഗുഡ്സുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയാം. ഒരു ആക്ച്വൽ റൂൾ ഉണ്ടെന്ന് വെച്ചോ, ഇന്ത്യയിലേക്ക് ആ സാധനം ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യരുത്. അതുപോലെ ചില സ്ഥലങ്ങളിൽ ചില കൈൻഡ് ഓഫ് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ പാടില്ല, അങ്ങനെ പറയാം. പിടിക്കുക. അപ്പൊ ഇന്ത്യയിലുള്ള നിലവിലുള്ള ഏതെങ്കിലും ലോ അനുസരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ആവാൻ പാടില്ല. ഉണ്ടാവാൻ പാടില്ല. ശരി, സിമ്പിൾ കണ്ടീഷൻസ് ആണ്. ഇനി അടുത്തത് ശ്രദ്ധിച്ചേ, ഈ പറയുന്ന സെയിൽ എന്ന് പറയുന്നത് സബ്ജക്റ്റഡ് ടു, അതായത് ദ പ്രൈസ് ഈസ് നോട്ട് സബ്ജക്റ്റഡ് ടു കണ്ടീഷൻസ് ഓർ ദ കൺസിഡറേഷൻ ഫോർ വിച്ച് ദ വാല്യൂ കനോട്ട് ബി ഡിറ്റർമൈൻഡ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ പ്രൈസ് വേറൊരു കണ്ടീഷന്റെയും പുറത്താവാനായിട്ട് പാടില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്മുടെ ഈ റൂൾ 3 പറയുന്ന കണ്ടീഷൻസ് എല്ലാം ആ ട്രാൻസാക്ഷന്റെ ജെന്യൂനിറ്റി തെളിയിക്കുന്നതാണ്. പിടിക്കോ? അതായത് ഫസ്റ്റ് പറയുന്നത് ഫുള്ളി കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിലായിരിക്കണം ആ ഒരു ട്രാൻസാക്ഷൻ, ആ ഒരു ട്രേഡ് നടക്കുന്നത്. പിന്നെ വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും നമ്മൾ വെക്കാനായിട്ട് പാടില്ല. ഇനി പ്രൈസ് വളരെ ജെന്യുവൻ ആയിരിക്കണം, ആ പ്രൈസിൽ വേറെ സബ്ജക്റ്റ് കണ്ടീഷൻസ് ഒന്നും പാടില്ല. പിടിക്കോ? ഇപ്പൊ അവർ പറയാണ്, ഞാനിപ്പോ ഒരു കോടി രൂപയുടെ സാധനമാണ് എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന് 50 ലക്ഷമായിട്ട് ഡിക്ലെയർ ചെയ്യാം. സപ്പോസ് ഇതിന് 50 ലക്ഷമായിട്ട് ഡിക്ലെയർ ചെയ്ത് ഇമ്പോർട്ട് ഡ്യൂട്ടി 50 ലക്ഷത്തിനൊക്കെ പേ ചെയ്യുകയാണെങ്കിൽ ബാക്കി എമൗണ്ട് ആയിട്ടുള്ള 50 ലക്ഷം ഞാൻ പേ ചെയ്യാം. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിലോ? പിടിയിട്ടുണ്ട്. ആക്ച്വലി 1 കോടിയുടെ ട്രാൻസാക്ഷൻ, 1 കോടിക്ക് പകരം ഇമ്പോർട്ടറും എക്സ്പോർട്ടറും തമ്മിൽ ഒരു ധാരണയിലെത്തി നമുക്ക് പ്രൈസിൽ ഒരു കണ്ടീഷൻ വെക്കാം. എന്താ? 50 ലക്ഷം രൂപ ആണെന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്ത് 50 ലക്ഷം രൂപയുടെ ഇൻവോയ്സും കാര്യങ്ങളൊക്കെ താ. അപ്പൊ 50 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്താൽ മതിയല്ലോ. ബാക്കി 50 ലക്ഷം ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ തന്നേക്കാം. അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. പിടിയിട്ടോ? ശരി, ഇനി വേറൊരു രീതി വേണമെങ്കിൽ പറയാം. ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഒന്നുകൂടി മോഡിഫൈ ചെയ്യാം. ഒരു 1 crore rupeesന്റെ സാധനമാണെന്ന് വെച്ചോ, 1 crore rupeesന്റെ സാധനം. ശരി, 75 ലക്ഷം രൂപ ഞാനിപ്പോൾ തരാം. 75 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ട്രേഡ് ചെയ്യാം. എന്നിട്ട് ഈ സാധനം വിറ്റിട്ട് വരുന്ന പ്രൊസീഡിങ്സ്, സെയിൽ പ്രൊസീഡിങ്സിനകത്ത് 25 ലക്ഷം രൂപ ഞാൻ പിന്നെ തരാം എന്ന് പറയുകയാണെങ്കിലോ? ഇവിടെ പ്രൈസ് സോൾ കൺസിഡറേഷൻ ആണോ? അല്ല. ഇവിടുത്തെ ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 1 crore, പക്ഷേ എഗ്രീഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ, ഡിക്ലെയർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര വരും? 75 ലക്ഷം വരും. അപ്പൊ നമ്മൾ ആ പറഞ്ഞ 25 lakhs കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. ആ 25 lakhs കൂടി ഇൻക്ലൂഡ് ചെയ്യണം. പിടിക്കോ? അപ്പൊ നോക്കി, എനി പാർട്ട് ഓഫ് പ്രൊസീഡ്സ് ഫോർ സബ്സിക്വന്റ് റീസെയിൽ അല്ലെങ്കിൽ ഡിസ്പോസ് അല്ലെങ്കിൽ യൂസ് ഓഫ് ഗുഡ്സ് ബൈ ദ buyer will not be shared with the seller unless appropriate adjustment is made. കണ്ടോ? ഈ പറഞ്ഞ സെയിൽ പ്രൊസീഡിങ്സ് നമ്മുടെ സാധനം നമുക്ക് തന്ന സെല്ലറുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് ടു ബി മെയ്ഡ് എന്ന് പറഞ്ഞാൽ 1 crore ആയിരിക്കണം നമ്മുടെ അസസബിൾ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. പിടിയോ? ഇനി അടുത്തത്, ബയറും സെല്ലറും റിലേറ്റഡ് ആവാൻ പാടില്ല. ശരി, ഇനി റിലേറ്റഡ് ആവാം എപ്പോഴാണെന്നറിയാമോ? ഈ റിലേറ്റഡ് ആയതുകൊണ്ട് നമ്മളെ പ്രൈസിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ, ദ എക്സാമിനേഷൻ ഓഫ് സർക്കംസ്റ്റാൻസസ് ഓഫ് സെയിൽ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ഡസ് നോട്ട് അല്ലെങ്കിൽ ഡിഡ് നോട്ട് ഇൻഫ്ലുവൻസ് ദ പ്രൈസ്. പ്രൈസിനെ ആ റിലേഷൻഷിപ്പ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ നമ്മൾ ഇമ്പോർട്ടേഷൻ ചെയ്യുമ്പോൾ കുറെ റൂൾസ് പറയുന്നുണ്ട്. ഈ റൂൾ അനുസരിച്ച് കിട്ടുന്ന വാല്യൂ തന്നെയാണ് ആക്ച്വലി ഡിക്ലെയർഡ് വാല്യൂ എങ്കിലും കുഴപ്പമില്ല. പഠിക്കോ? അപ്പോൾ ഈ പറഞ്ഞ റൂൾ 3 കണ്ടീഷൻസ് വളരെ സിമ്പിളാണ്. എന്താ പറയുന്നത്? ഒന്ന്, കോമ്പറ്റീറ്റീവ് എൻവയോൺമെന്റിലായിരിക്കണം ഈ പറഞ്ഞ ട്രേഡ് നടക്കേണ്ടത്. വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പ്രൈസിനകത്ത് വേറെ സബ്ജക്റ്റ് വേറെ കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഇതിന്റെ സെയിൽ പ്രൊസീഡിങ്സ് ഫർദർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാടില്ല. ബയറും സെല്ലറും റിലേറ്റഡ് ആവാനും പാടില്ല. ഇനി റിലേറ്റഡ് ആയാലും കുഴപ്പമില്ല, അവിടെ നമ്മൾ കൃത്രിമത്വം ഒന്നും കാണിച്ചിട്ടില്ല. ആ പറഞ്ഞ റിലേറ്റഡ് പാർട്ടി ആയതുകൊണ്ട് പ്രൈസ് കുറച്ചിട്ടൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പിടിക്കോ? ഇപ്പൊ റിലേറ്റഡ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ചോ. ഇപ്പൊ ഞാനും എൻ്റെ ഒരു സിസ്റ്ററും പുറത്തുനിന്ന് നമ്മളൊരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണം. സിസ്റ്ററാണ് ബയർ, ഞാനാണ് സെല്ലർ. അങ്ങനെയാണെങ്കിൽ ഞാൻ സിസ്റ്ററിന്റെ വില കുറച്ചേ കൊടുക്കും. പിടിക്കോ? നിങ്ങൾക്കറിയാലോ റിലേറ്റഡ് പേഴ്സൺസ് ആരൊക്കെയാന്ന്. അത്രേ ഉള്ളൂ, സെയിം തന്നെയാണ് ഇവിടെ. പിടിക്കോ? അപ്പൊ റൂൾ 3 വെറുതെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കണ്ടീഷൻസിൽ നമ്മുടെ റൂൾസിൽ റൂൾ 3 കഴിഞ്ഞില്ല. റൂൾ 3യുടെ തൊട്ട് താഴെ പറയണേ,
നിങ്ങൾ ഇത് കഴിഞ്ഞില്ല നിങ്ങൾ പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻ ഓഫ് റൂൾ 10 കൂടി കൺസിഡർ ചെയ്യണം. എന്ന് പറഞ്ഞാൽ റൂൾ 10 കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. റൂൾ 10 കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യണം. മനസ്സിലായില്ല? അതായത് നമ്മൾ ഫസ്റ്റ് എന്താ പഠിച്ചേ? ഫസ്റ്റ് പറഞ്ഞു ട്രാൻസാക്ഷൻ വാല്യൂവിനെ തന്നെ നമുക്ക് വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷേ അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഒരു ഡിക്ലറേഷൻ ഫയൽ ചെയ്യണം. അതാണ് റൂൾ 11. പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഡിക്ലറേഷൻ വേണമെങ്കിൽ റിജക്ട് ചെയ്യാം. റൂൾ 12. ശരി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ ട്രാൻസാക്ഷൻ വാല്യൂവിനെ നമുക്ക് വാല്യൂ ഓഫ് ഇമ്പോർട്ടേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. എപ്പോഴാ? റൂൾ 3 കുറച്ച് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. റൂൾ 3 പ്രത്യേകിച്ച് വല്ലതും ഉണ്ടോ? ഇല്ല. റൂൾ 3 പറയാണ് നിങ്ങൾ നേരെ എങ്ങോട്ടേക്ക് പോകോ? റൂൾ 10 പ്രോപ്പർ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാക്കണം. റൂൾ 10 അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ വാല്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റൂ. എന്തു സാറേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നില്ലേ? റൂൾ 10 സിമ്പിളാ. അപ്പൊ അവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് റൂൾ 1 റൂൾ 2 ഒക്കെ എന്താ പറയുന്നതെന്ന് തോന്നുന്നില്ലേ? റൂൾ 1 ടൈറ്റില എന്താ പറയുന്നത്? റൂൾ 1 പറയുന്നതാണ് കസ്റ്റംസ് വാല്യുവേഷൻ. അതായത് കസ്റ്റംസിന്റെ വാല്യുവേഷൻ ഈ പറയുന്ന റൂൾസ് അനുസരിച്ചിട്ട് വേണം നടത്താനെന്നാണ് എന്ത് പറയുന്ന റൂൾ 1 പറയുന്നത്. ശരി. അപ്പൊ റൂൾ 2 എന്താ പറയുന്നത്? ഡെഫിനിഷൻസാ. കുറച്ച് ഡെഫിനിഷൻസ്. എന്താണ് ട്രാൻസാക്ഷൻ വാല്യൂ, എന്താണ് റിലേറ്റീവ്, എന്താണ് ഈ പറഞ്ഞ പ്രൈസ്, ഡിഡക്റ്റീവ് പ്രൈസ്, സിമിലർ ഗുഡ്സ് എന്താണ്, ഐഡന്റിക്കൽ ഗുഡ്സ് എന്താണെന്നൊക്കെയുള്ള കുറച്ച് സാധനത്തിന്റെ ഡെഫിനിഷനാണ് പറയുന്നത്. ഇതൊക്കെ താഴെ വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ഡെഫിനിഷൻസ് ആണ് റൂൾ 2 പറയുന്നത്. 3 നമ്മൾ പഠിച്ചു. പിടിക്കോ? അപ്പൊ എങ്ങോട്ട് പോകാനാ നമ്മളോട് പറയുന്നത്? റൂൾ 10 പോകാനാ പറയുന്നത്. ശരി. റൂൾ 10 പോകാൻ തൊട്ട് താഴെ റൂൾ 10 എഴുതി വെച്ചിട്ടുണ്ട്. ഈ റൂൾ 10 ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ഒരു കഥയായിട്ട് പറഞ്ഞു തരട്ടെ. ശരി. ഇങ്ങോട്ടേക്ക് നോക്കിക്കോ. നമ്മള് ഇപ്പൊ എവിടുന്ന സാധനം? ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ. എവിടുന്ന സാധനം വരുന്നത്? ചൈനയിൽ നിന്ന് സാധനം നമ്മൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരിക? ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ ഗുഡ്സ് എന്ത് ചെയ്യാൻ പോവാണ്? ഇമ്പോർട്ട് ചെയ്യാൻ പോവാണ്. ഇമ്പോർട്ടേഷൻ ചെയ്യാനായിട്ട് പോവാ. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? ശരി. അപ്പൊ നമ്മള് ഇവിടുന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് ചൈനയിൽ പോയിട്ട് നമ്മൾ ചൈനയിലെ കുറേ ഫാക്ടറീസ് വിസിറ്റ് ചെയ്തു. നമ്മൾ എന്താ ഇമ്പോർട്ട് ചെയ്യാൻ പോകണം? ചൈനയിൽ നിന്ന് ഇപ്പോൾ എന്താ നന്നായിട്ട് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുക? ഇലക്ട്രോണിക്സ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ട. നമുക്ക് ടോയ്സ്. ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഫുൾ ഉപയോഗിക്കുന്ന മെജോറിറ്റി ടോയ്സും മോർ ദാൻ 90% ടോയ്സും മാനുഫാക്ചർ ചെയ്യുന്ന ചൈനയിൽ നിന്ന്. എല്ലാത്തിൻ്റെ ബാക്കിൽ മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? ശരി. അപ്പോൾ നമ്മൾ എന്താ ഇമ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? ടോയ്സ് ആണ്. അപ്പോൾ നമ്മൾ തെറ്റിപ്പിടിച്ച് ഒരു ടോയ്സിന്റെ ഫാക്ടറിയിൽ ചെന്നു. ഒരു ടോയുടെ ഫാക്ടറിയിൽ ചെന്നിട്ട് കൊട്ടേഷൻ എടുത്തു. കുറേ ഫാക്ടറീസ് കണ്ടു, അതിന്റെ കൊട്ടേഷൻസ് ഒക്കെ എടുത്തു. ശരി. കൊട്ടേഷൻ എടുത്തപ്പോൾ നമുക്ക് അവർ പ്രൈസ് പറഞ്ഞു. എത്ര പറഞ്ഞേ? ഇപ്പോൾ സപ്പോസ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 50 ലക്ഷം എന്ന് വെച്ചോ. എത്രയാണ്? 50 ലക്ഷം രൂപയാണ് ഇതിന്റെ വാല്യൂ എന്ന് വെച്ചോ. അപ്പൊ ഈ വാല്യൂ നമുക്ക് എന്ത് വിളിക്കാം? എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് വിളിക്കാം. എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് വിളിക്കാം. എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് നമ്മൾ ഈ സാധനം ഡയറക്റ്റ് ആയിട്ട് വാങ്ങിയപ്പോൾ നമുക്കുണ്ടായ പ്രൈസ്. ശരി. ഇത് മാത്രമല്ല ചിലപ്പോൾ ഈ സാധനം ഈ ഫാക്ടറിയിലേക്ക് ഏത് ഫാക്ടറിയിലാണ് പോകേണ്ടത് എന്ന് പറഞ്ഞു തരാനായിട്ട് ഒരു ഡീലർ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ. അയാൾക്ക് ഞാൻ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടാവും. ഇല്ലേ? ഇനി ഈ സാധനം എന്ത് ചെയ്യാ? ഞാൻ ലോഡ് ചെയ്ത് ഒരു വണ്ടിക്കകത്ത് കയറ്റുമ്പോൾ ആ വണ്ടിക്ക് ഫ്രൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. ശരി. അതുപോലെ സപ്പോസ് വേറെ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ അത് പേ ചെയ്തിട്ടുണ്ടാവാം. ശരി. അല്ലെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പാക്കിംഗ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ആ പാക്കിംഗ് എക്സ്പെൻസുകൾ ഞാൻ എക്സ്ട്രാ പേ ചെയ്തിട്ടുണ്ടാവാം. പിടിക്കോ? ഇങ്ങനെയുള്ള കുറെ എക്സ്പെൻസ് ഒക്കെ ഉണ്ട്. ഈ എക്സ്പെൻസുകളെല്ലാം ഞാൻ ചിലപ്പം പേ ചെയ്തിട്ടുണ്ടാവാം. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു ചിലപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ്, അതായത് ഇപ്പൊ ചൈനയുടെ ഒരു കോണിൽ നിന്ന് എനിക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട പോർട്ട് വരെ ഞാൻ എത്തിക്കണം. അപ്പൊ പോർട്ട് വരെ ഞാൻ ചിലപ്പോൾ ഇൻഷുറൻസ് പേ ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കുറേ ചെലവുകളൊക്കെ ഉണ്ടാവാം. ഈ ചെലവുകൾ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രൈസ് വരും. ഇപ്പൊ എല്ലാം കൂടെ ചേർത്തപ്പോൾ എനിക്കൊരു 60 ലക്ഷം രൂപയായി. എത്രയായി? 60 ലക്ഷം രൂപയായി. ഇപ്പൊ എന്റെ ഗുഡ്സ് എവിടെയാണ് എടുക്കുന്നത്? കസ്റ്റംസ് പോർട്ടിലാണ് കിടക്കുന്നത്. കസ്റ്റംസ് പോർട്ടിൽ. എവിടുത്തെ കസ്റ്റംസ് പോർട്ടിൽ? ചൈനയിലെ കസ്റ്റംസ് പോർട്ടിൽ. എവിടെ കിടക്കുന്ന? ചൈനയിലെ കസ്റ്റംസ് പോർട്ടിൽ. പിടിക്കോ? അപ്പൊ ശ്രദ്ധിച്ച് ആ റൂട്ട് മാപ്പ് നിങ്ങൾ മനസ്സിലാക്കുക. ചൈനയിൽ ചെന്നു, ചൈനയുടെ ഫാക്ടറി കണ്ടു, ഫാക്ടറിയിൽ നമ്മൾ ഒരു കൊട്ടേഷൻ എടുത്തു, നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളത് ഫിക്സ് ചെയ്തു. അപ്പോൾ അതിനെ വിളിക്കും പേര് എക്സ് ഫാക്ടറി പ്രൈസ്. ചിലപ്പോൾ ആ സാധനം വാങ്ങാനായിട്ട് ഒരാളെ കണ്ടിട്ടുണ്ടാവും, അയാൾക്ക് നമ്മൾ കമ്മീഷൻ പേ ചെയ്തിട്ടുണ്ടാവും. ഫ്ലൈറ്റുകൾ വരാം, പാക്കിംഗ് എക്സ്പെൻസുകൾ വരാം, ട്രാൻസ്പോർട്ടേഷൻ വരാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് എക്സ്പെൻസുകൾ വരാം, അല്ലെങ്കിൽ ഡിസൈനിങ് ചാർജസ് വരാം, ലേബലിംഗ് ചാർജസ് വരാം. ഇങ്ങനെയുള്ള കുറേ എക്സ്പെൻസുകളെല്ലാം വരാം. ഇതിനെല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം.
എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ട്രാൻസ്പോർട്ടേഷനും എല്ലാം കഴിഞ്ഞിട്ട് സാധനം ഇപ്പോൾ എവിടേക്കോ ചൈന പോർട്ടിൽ നിൽക്കുകയാണ്. ഇതിന്റെ പേര് നമുക്ക് വേണമെങ്കിൽ FOB എന്ന് വിളിക്കാം. വെറുതെ ഒരു FOB എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺ ബോർഡ്. ആദ്യത്തെ FOB ആണ്. ഇതിനെ മൈൻഡ് ചെയ്യേണ്ടത്, ഇതൊരു ചെറിയ FOB ഇത് വിട്ടേക്ക്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? FOB എന്ന് തന്നെ വിളിക്കാം. ശരി, കഴിഞ്ഞില്ല. നമ്മൾ ഈ കസ്റ്റംസ് പോർട്ടിൽ എത്തിക്കഴിഞ്ഞാലും പിന്നെയും കുറെ ചിലവുകളുണ്ട്. കസ്റ്റംസ് പോർട്ടിൽ എത്തിക്കഴിഞ്ഞാലും പിന്നെയും നമുക്ക് ഒരുപാട് ചിലവുകളുണ്ട്. ശരി, ആ ചിലവുകളെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എന്താ? ചിലപ്പോ ഈ നേരത്തെ ഇൻക്ലൂഡ് ചെയ്യാത്ത ചിലവുകളെയാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്തെങ്കിലും റോയൽറ്റി പേ ചെയ്യണമെങ്കിൽ അത്, കമ്മീഷൻസ് ഉണ്ടെങ്കിൽ അത്, ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള ചാർജസ് എല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മുടെ കസ്റ്റംസ് പോർട്ടിൽ വരത്തില്ലേ, ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് FOB. എന്ത് വിളിക്കും? FOB. എന്ത് വിളിക്കും? FOB. എന്ത് വിളിക്കും? FOB. സിമ്പിൾ അല്ലേ? നിങ്ങൾ നോക്കി FOB റൂൾ 10 പറയുന്നത് എന്താ നോക്കിയേ. റൂൾ 10 കാണാൻ പറ്റുന്നില്ലേ ക്ലിയർ ആയിട്ട്? ഫസ്റ്റ്, വാല്യൂ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ് ഫാക്ടറി പ്രൈസ്. എന്ത് വിളിക്കാം അതിനെ? എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് വിളിക്കാം. എക്സ് ഫാക്ടറി പ്രൈസ് എന്ന് വിളിക്കാം. ശരി, അതിനോടൊപ്പം കാരേജ് ആഡ് ചെയ്യണം. ശരിയാ. ഫ്രൈറ്റ് ആഡ് ചെയ്യണം. ശരിയാ. അടുത്ത, ഇൻഷുറൻസ് അപ് ടു ദ പോർട്ട് ഓഫ് ഷിപ്മെന്റ് ഓഫ് എക്സ്പോർട്ടേഴ്സ് കൺട്രി. കണ്ടോ, ചൈന വരെ ഉള്ള ഇൻഷുറൻസ് നമുക്ക് ആഡ് ചെയ്യാം. ചൈന വരെയുള്ള ഇൻഷുറൻസ് പിടിയോ? ശരി, ഇനി ലോഡിംഗ് ചാർജസോ അൺലോഡിംഗ് ചാർജസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. എവിടെ? ചൈന വരെ ഉള്ളത്. ഇത് നമുക്ക് ആദ്യമേ ചെറിയ FOB എന്ന് വിളിക്കാം. ചെറിയ FOB. ഇനി താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ആഡ്. കണ്ടോ, ഇഫ് നോട്ട് ഇൻക്ലൂഡഡ് എബോ, മുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഇൻക്ലൂഡ് ചെയ്യാം. മുകളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം താഴെ ഇൻക്ലൂഡ് ചെയ്യാം. പിടിയോ? അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ ചൈനയിൽ നിന്ന് ഈ സാധനം നമുക്ക് കണ്ടുപിടിച്ച് തന്ന ആ ഒരു കമ്മീഷൻ കൊടുത്ത കാര്യം അവിടുത്തെ എക്സ്പോർട്ടർക്ക് അറിയില്ല. നമ്മൾ ചൈനയിൽ നിന്ന് സാധനം കൊണ്ടുവന്നില്ലടാ. അപ്പൊ അവിടുത്തെ ആൾക്ക് അറിയില്ല നമ്മൾ ഒരാൾക്ക് ഈ കമ്മീഷൻ കൊടുക്കുന്നുണ്ടെന്ന്. അയാൾക്ക് അറിയാമെങ്കിൽ ചിലപ്പോൾ ആ കമ്മീഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടാവാം. പിടിയോ? മനസ്സിലായി? അപ്പോൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ആഡ് ചെയ്യണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. എന്താ ആഡ് ചെയ്യേണ്ടത് നോക്കി. ഫസ്റ്റ്, കമ്മീഷൻ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രോക്കറേജ് ഉണ്ടെങ്കിൽ ബ്രോക്കറേജ് ആഡ് ചെയ്യാം. എക്സെപ്റ്റ് ബൈയിങ് കമ്മീഷൻ. ബൈയിങ് കമ്മീഷൻ ആഡ് ചെയ്യാൻ പാടില്ല. ബൈയിങ് കമ്മീഷൻ ആഡ് ചെയ്യാൻ പാടില്ല. ബൈയിങ് കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഇപ്പോൾ എനിക്കൊരു ഏജന്റ് ഉണ്ട്. അയാളെ ഞാൻ അപ്പോയിന്റ് ചെയ്യണം. എനിക്ക് വേണ്ടിയിട്ട് ചൈനയിൽ പോയി സാധനം വാങ്ങിക്കൊണ്ടുവരാൻ. അപ്പൊ അയാൾ ഇന്ത്യയിൽ വരുമ്പോൾ ഞാൻ അയാൾക്ക് ഇന്ത്യയിൽ പൈസ കൊടുക്കും. അത് ഒരു കൈൻഡ് ഓഫ് ഒരു ഏജൻസി സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഞാൻ അയാൾക്ക് പൈസ കൊടുക്കുക. അതാണ് ഏജന്റിന് കൊടുക്കുന്ന ബൈയിങ് കമ്മീഷൻസ് ഉണ്ട്. ആ ബൈയിങ് കമ്മീഷൻ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഈ പറയുന്ന ഇൻക്ലൂഡ് ചെയ്യേണ്ട കമ്മീഷൻ ഏതാ? ഇപ്പൊ സപ്പോസ് നമ്മൾ ഒരു ഡീലറെ കണ്ടു, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഫാക്ടറി അയാളുമായിട്ട് നമുക്ക് കണക്ഷൻ സെറ്റപ്പ് ചെയ്തിരുന്ന ബ്രോക്കർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കുള്ള ബ്രോക്കറേജും കമ്മീഷനും ഒക്കെ നമുക്ക് പേ ചെയ്യാം. നമുക്ക് വേണ്ടിയിട്ട് ആക്ട് ചെയ്യാനായിട്ട് ഒരു ഏജന്റിനെ ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബൈയിങ് കമ്മീഷൻ മാത്രം ഇതിനകത്ത് ആഡ് ചെയ്യണ്ട. ബൈയിങ് കമ്മീഷൻ ആഡ് ചെയ്യണ്ട. കാരണം ബൈയിങ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എനിക്ക് പകരം ഞാൻ ഈ നാട്ടിൽ തന്നെ ഉള്ള ഒരാളെ പറഞ്ഞു വിടുക സാധനം വാങ്ങാനായിട്ട്. അപ്പൊ അയാൾ പോയി സാധനം വാങ്ങി തിരിച്ചു വരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന പൈസ ഇമ്പോർട്ട് ഡ്യൂട്ടി ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അയാൾക്ക് കൊടുക്കുന്ന പൈസ സെപ്പറേറ്റാ. അതിന് GSTയും കാര്യങ്ങളും വേറെ പരിപാടികളൊക്കെ വരാം. അത് എനിക്കൊരു ഏജൻസി സർവീസ് ആണ് തരുന്നത്. അത് വേറെ, ഇത് വേറെ. അപ്പോൾ ആ കമ്മീഷൻ ഇവിടെ ആഡ് ചെയ്യണ്ട. അപ്പൊ താഴെ ഞാൻ ഈ ബൈയിങ് കമ്മീഷൻ എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നോക്കി. ബൈയിങ് കമ്മീഷൻ മീൻസ് ഫീസ് പെയ്ഡ് ബൈ ആൻ ഇമ്പോർട്ടർ ടു ഹിസ് ഏജന്റ് ഫോർ സർവീസസ് ഓഫ് റെപ്രസെന്റിംഗ് ഹിം അബ്രോഡ് ഇൻ പർച്ചേസ് ഓഫ് ഗുഡ്സ് ബീയിങ് വാല്യൂഡ്. പിടിയോ? അതാണ് ബൈയിങ് കമ്മീഷൻ. അപ്പൊ ബൈയിങ് കമ്മീഷനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി അടുത്ത ആഡ് ചെയ്യേണ്ട കാര്യമാണ് പാക്കേജ് അല്ലെങ്കിൽ പാക്കിംഗ് കോസ്റ്റ്. പാക്കിംഗ് കോസ്റ്റുകൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. പിടിക്കോ? ചൈനയിൽ നിന്ന് സാധനം ഇന്ത്യയിലേക്ക് വരാം, എന്തോരം ചെലവുകളുണ്ടാവും. ഈ ചെലവുകളെല്ലാം ആഡ് ചെയ്യണം. ഈ എല്ലാ കൈൻഡ് ഓഫ് പാക്കിംഗ്, പ്രൈമറി പാക്കിംഗ് ഉണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ പാക്കിംഗ് ഉണ്ടാവും, അത് കഴിഞ്ഞ് ബൾക്ക് ട്രാൻസ്പോർട്ടേഷന്റെ പാക്കിംഗ് ഉണ്ടാവും, ട്രക്കിൽ കയറ്റുമ്പോൾ അതിന് വേറെ പാക്കിംഗ് ഉണ്ടാവും. ഈ പറഞ്ഞ പാക്കിംഗ് കോസ്റ്റുകളെല്ലാം ആഡ് ചെയ്യണം. ഇനി അവിടെ ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ടെന്ന് വെച്ചോ, എന്ന് പറഞ്ഞാൽ റിട്ടേണബിൾ ഗുഡ്സ് ഒക്കെ ഉണ്ടെന്ന് വെച്ചോ, റിട്ടേണബിൾ ഗുഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യണ്ട. മനസ്സിലായില്ലേ സാറേ എന്താ സംഭവം? ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നും പെട്രോൾ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ പല രാജ്യങ്ങളിൽ നിന്നും പെട്രോൾ ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ്. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യണം. ഇന്ത്യ ടൺ കണക്കിന്, ബാരൽ കണക്കിന്, ലിറ്റർ കണക്കിനാണ് എന്ത് ചെയ്യുന്നത്? പെട്രോളുകൾ കൊണ്ടുവരുന്നത്. കറക്റ്റ് അല്ലേ? ശരി, ഈ പെട്രോൾ കൊണ്ടുവരുന്ന കണ്ടെയ്നർ തിരിച്ചു കൊടുക്കും. ഈ പെട്രോൾ കൊണ്ടുവരുന്ന കണ്ടെയ്നേഴ്സ് എന്ത് ചെയ്യും? നമ്മൾ തിരിച്ചു കൊടുക്കും. അതവർ അതിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അത് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ട് അടുത്ത പെട്രോൾ ഫില്ല് ചെയ്ത് അടുത്ത രാജ്യങ്ങളിൽ ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലേക്കാണെങ്കിൽ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരും. കറക്റ്റ് അല്ലേ? ഇതിനേക്കാണ് ഡ്യൂറബിൾ അല്ലെങ്കിൽ റിട്ടേണബിൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മൾ കൊണ്ടുവന്ന പെട്രോൾ 1000 ലിറ്റേഴ്സ് ഉണ്ടെന്ന് വെച്ചോ.
1000 ലിറ്റേഴ്സിന്റെ വാല്യൂ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതിന്റെ പാക്കിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആ ബാരലിന്റെ പ്രൈസ് കൺസിഡർ ചെയ്യണോ? വേണ്ട. കാരണം ബാരൽ നമ്മൾ ഇന്ത്യയിൽ വന്നിട്ട് പ്രോപ്പറായിട്ട് അത് റിട്ടേൺ ചെയ്യും. റിട്ടേണബിൾ ഗുഡ്സ് ആണ്, ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ ആഡ് ചെയ്യണ്ട. ഇപ്പോൾ ബാരലിന്റെ വാല്യൂ ഒരു 1 lakh rupees ആണ്. ആ 1 lakh rupees കൂടി ഇമ്പോർട്ട് ഡ്യൂട്ടി പേ ചെയ്യാനുള്ള വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണോ? വേണ്ട. ആ പെട്രോളിന്റെ വാല്യൂ എത്രയാണോ അത് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ റിട്ടേണബിൾ ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിന്റെ വാല്യൂ പാക്കേജിംഗ് ചാർജസ് അല്ലെങ്കിൽ പാക്കിംഗ് ചാർജസ് ആയിട്ട് ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. സത്യം പറഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് പാക്കിംഗ് ആണ്. ഞാൻ പറഞ്ഞ കാര്യത്തിലടാ, അതും ഒരു കൈൻഡ് ഓഫ് പാക്കിംഗ് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഒരു ഇലക്ട്രോണിക് ഐറ്റം വാങ്ങാന്ന് വെച്ചോ. പുറത്തുള്ള രാജ്യത്തു നിന്ന് ഒരു കണ്ടെയ്നർ ടി വി ആണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തത്. പുറത്തുനിന്ന് ഒരു കണ്ടെയ്നർ ടി വി. എന്നിട്ട് ഈ കണ്ടെയ്നർ നിങ്ങൾ ഫാക്ടറിയിൽ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കും. ഇല്ല, ഈ കണ്ടെയ്നർ തിരിച്ചു പോകും. അപ്പൊ കണ്ടെയ്നറിന്റെ വാല്യൂ കൂടി പാക്കിംഗ് ചാർജസ് ആയിട്ട് ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, അത് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. കാരണം കണ്ടെയ്നർ ഒരു ഡ്യൂറബിൾ ഗുഡ്സ് ആണ്, അതൊരു റിട്ടേണബിൾ ഗുഡ്സ് ആണ്, നമ്മൾ തിരിച്ചു കൊടുക്കും. അതിനെ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പിടിയോ? ശരി. അതുപോലെ എന്തെങ്കിലും കൈൻഡ് ഓഫ് എഞ്ചിനീയറിംഗ് കോസ്റ്റോ ഡെവലപ്പിംഗ് കോസ്റ്റോ അല്ലെങ്കിൽ പ്ലാനിങ് സ്കെച്ചിങ് കോസ്റ്റോകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. പക്ഷേ അത് അണ്ടർടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. അത് അണ്ടർടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യ ആയിരിക്കണം. എന്തു സാറേ മനസ്സിലായില്ല. പറഞ്ഞു തരട്ടെ. നമ്മളിപ്പോ ചൈനയിൽ നിന്ന് ടി വി വാങ്ങാന്ന് വെച്ചോ. ചൈന ടി വി ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഈ സ്മാർട്ട് വാച്ചസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ആപ്പിളിന്റെയും സാംസങ്ങിന്റെയും ഒഴികെ ബോൾട്ട്, ഫയർ ബോട്ട്, അങ്ങനെയുള്ള ഈ ബ്രാൻഡുകളുടെ എല്ലാം സ്മാർട്ട് വാച്ചസ് ഇതെല്ലാം ചൈനയിൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളുണ്ട്. അവിടെ ചെല്ലും, ഇവരെന്ത് ചെയ്യും? കുറേ പ്രൊഡക്റ്റുകൾ കാണും. അതിനകത്ത് ഈ പറഞ്ഞ കമ്പനികളുടെ എല്ലാം പേര് പ്രിന്റ് ചെയ്യാൻ പറയും. തിരിച്ചു വരും സാധനം. അപ്പൊ നമ്മൾ നമ്മുടെ പേര് പ്രിന്റ് ചെയ്യാൻ, നമ്മുടെ പേര് സ്കെച്ച് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് ചാർജസ് കൊടുത്തു. അതിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പിടിയോ? ഇനി സപ്പോസ് ഞാൻ ഇന്ത്യയിൽ തന്നെ ഒരു വാച്ചിന്റെ ഫുൾ സ്ട്രക്ചറും അതിന്റെ ഫുൾ ഡിസൈനിങ് അതിന്റെ എഞ്ചിനീയറിംഗ് വർക്ക് എല്ലാം ചെയ്തു. എന്നിട്ട് ഇത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി മാത്രം ചൈനയെ സമീപിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞേ, എനിക്ക് എൻ്റെ ഓഫീസുണ്ട്, എൻ്റെ ഓഫീസിൽ കുറേ എംപ്ലോയീസ് ഉണ്ട്. ആ എംപ്ലോയിക്ക് ഞാൻ ഈ പറഞ്ഞ സാധനം എഞ്ചിനീയറിംഗ് ചെയ്യാനായിട്ട്, ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട്, റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലാനിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്കെച്ചുകൾ വരയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അയാൾക്ക് പൈസ കൊടുത്തു. അത് ഇന്ത്യയിലല്ലേ കൊടുക്കുന്നത്? അതിന് ഈ പറഞ്ഞ ഇമ്പോർട്ട് ഡ്യൂട്ടിയോട് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണ്ട. ഇപ്പൊ എക്സാമ്പിൾ പറയാം. ഈ പറഞ്ഞ എക്സാമ്പിളിൽ ടോട്ടലി ഇപ്പൊ എനിക്ക് വന്ന വാച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 ലക്ഷമാണ്. എനിക്ക് വന്ന വാച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50 ലക്ഷം. ഇതിൽ ഒരു 10 ലക്ഷം രൂപ എക്സ്ട്രാ, ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഡിസൈനിങ് ചാർജസ് ആണ്, അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ചാർജസ് ആണ്. ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടുള്ള ചാർജസാണ്. ഈ 10 ലക്ഷം രൂപ ഞാൻ ചൈന കമ്പനിക്കാണ് പേ ചെയ്തതെങ്കിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യണം. അല്ല, ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് എൻ്റെ ഇന്ത്യയിലെ എംപ്ലോയിക്കാണ്, ഞാൻ ഇന്ത്യയിലുള്ള എൻ്റെ എംപ്ലോയിക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു ഏജന്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രീലാൻസർക്കാണ് പേ ചെയ്തതെങ്കിൽ ഇതിനെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. പിടിക്കോ? അതാണ് ഇവിടെ പറയുന്നത്. ഈ ഡിസൈനിങ് ചാർജസ് എല്ലാം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ അത് ചൈനയിലായിരിക്കണം അല്ലെങ്കിൽ മറ്റു രാജ്യത്തായിരിക്കണം പേ ചെയ്യേണ്ടത്. അതുപോലെ സെയിം റോയൽറ്റി ഉണ്ടെങ്കിൽ ആ റോയൽറ്റി ആഡ് ചെയ്യാം. ലൈസൻസ് ഫീസ് നമ്മൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യാം. വാല്യൂ ഓഫ് സബ്സിക്വന്റ് റീസെയിൽ ഇഫ് പേബിൾ ടു ദ ഫോറിൻ സപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താ സാറേ? ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ സെയിൽ പ്രൊസീഡിംഗ് ഒന്നും സപ്ലയറുമായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പ്രൈസസ് ഓൾ കൺസിഡറേഷൻ അല്ല. ഇനി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. അതായത് നേരത്തെ പറഞ്ഞില്ലേ, 1 കോടി രൂപയുടെ സാധനം നമ്മളിപ്പോ കണക്കിൽ എന്ത് കാണിക്കും? 75 ലക്ഷം രൂപയെന്ന് കാണിക്കും. എന്നിട്ട് പറയും സാധനം വിറ്റിട്ട് ഞാൻ 25 ലക്ഷം രൂപ തന്നേക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ സാധനം വിറ്റിട്ട് കൊടുക്കാൻ എഗ്രി ചെയ്ത് 25 ലക്ഷത്തിനെ കൂടിയും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോഴേ 1 കോടി ആവുള്ളൂ. അപ്പോഴേ നമുക്ക് എന്ത് കിട്ടൂ? ആക്ച്വൽ അസസബിൾ വാല്യൂ കിട്ടുള്ളൂ. പിടിക്കോ? ഇനി അടുത്ത സംഭവം ശ്രദ്ധിച്ചേ. അടുത്തെന്ന് പറഞ്ഞാൽ വാല്യൂ ഓഫ് മെറ്റീരിയൽസ് സപ്ലൈഡ് ബൈ ദ സപ്ലയർ ഫ്രീ ഓഫ് കോസ്റ്റ്. ഇനി നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ആൾ വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. എന്താ ഫ്രീ ഓഫ് കോസ്റ്റ്? നിങ്ങൾ ഇപ്പോൾ സൈക്കിളാണ് മേടിക്കുന്നത് വെച്ചാൽ, സൈക്കിൾ മേടിക്കുമ്പോൾ സൈക്കിളിന്റെ കൂടെ ഫ്രീ ആയിട്ട് കുറേ ആക്സസറീസും കൂടി തരും. അതായത് ഇപ്പോൾ മിറേഴ്സ്, അതിന്റെ സ്റ്റാൻഡ്, പണ്ടൊക്കെ ആയിരുന്നു സ്റ്റാൻഡൊക്കെ സൈക്കിളിന്റെ കൂടെ കിട്ടുന്നത്. ഇപ്പൊ സ്റ്റാൻഡ്, മഡ് ഗാർഡ്, നമ്മുടെ വെള്ളം കുടിക്കാനായിട്ട് വെക്കുന്ന ബോട്ടിൽ ഹോൾഡർ, ബെല്ല്, ഇതെല്ലാം സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം. ഇതൊക്കെ നമ്മുടെ സപ്ലയർ നമുക്ക് ഫ്രീ ആയിട്ട് തരാം. അങ്ങനെ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന്റെ വാല്യൂ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ആക്ച്വലി ഇത് ഫ്രീ ആണോ അല്ലെങ്കിൽ പെയ്ഡ് ആണോ എന്ന് അറിയാൻ പറ്റില്ല. പിടിച്ചോ? ഇപ്പൊ നമ്മളൊരു കൊട്ടേഷൻ എടുക്കുമ്പോൾ ഒരു സൈക്കിളിന്റെ വില 1000 രൂപ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ 1000 രൂപയിൽ ഈ പറഞ്ഞ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനത്തിന്റെ വാല്യൂ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവാം. അപ്പൊ ആക്ച്വലി ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനത്തിന്റെ വാല്യൂ കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇപ്പൊ പുറത്തുനിന്ന് നമ്മളൊരു 1000 സൈക്കിൾസ് ഇമ്പോർട്ട് ചെയ്യാണ്, 100 ഫ്രീ ആയിട്ട് കിട്ടി. അപ്പൊ 1100 സൈക്കിളിന്റെ വാല്യൂ ആയിരിക്കണം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് FOB, വാല്യൂ ആസ് പെർ കസ്റ്റംസ്. വാല്യൂ ആസ് പെർ കസ്റ്റംസ്. പിടിയോ? അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ, ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിലോ, എക്സ്പോർട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ
എക്സ്പോർട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ FOB എന്നല്ലേ പഠിച്ചത്? എക്സ്പോർട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ FOB എന്നല്ലേ പഠിച്ചത്? എക്സ്പോർട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ FOB എന്നല്ലേ കറക്റ്റായിട്ട് പഠിച്ചത്? ശരി, ആ FOB ആണിത്. ആ FOB ആണ് ഇത്. പിടിക്കോ സാറേ? നമ്മൾ ചൈനയിൽ നിന്ന് സാധനം ഇങ്ങോട്ടേക്ക് വരുന്നതിനെ പറ്റിയിട്ടല്ലേ പറയുന്നത്? അതെ, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഞാൻ ഈ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ചൈനക്കാർക്ക് ഈ സാധനം എക്സ്പോർട്ട് അല്ലേ? അങ്ങനെയാണെന്ന് വിചാരിച്ചോ. ചൈനയിൽ നിന്ന് സാധനം ഇങ്ങോട്ടേക്ക് വരുമ്പോഴും ഇതേ സെയിം ചെലവുകൾ വരും. അതിനെയും എക്സ്പോർട്ട് എന്നും FOB എന്നൊക്കെ തന്നെ വിളിക്കുന്നത്. പക്ഷേ എക്സ്പോർട്ടിംഗ് കൺട്രി എന്ന് പറഞ്ഞാൽ ചൈനയാണേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന ചൈനയിൽ നിന്നുണ്ടായ എല്ലാ ചാർജസും നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തു. എന്താ? ചൈനയിൽ നിന്ന് വാങ്ങിയ എക്സ് ഫാക്ടറി പ്രൈസ്, അവിടുത്തെ കാരേജ്, അവിടുത്തെ ഫ്ലൈറ്റ്, ഇന്ത്യ വരെയുള്ള ഇൻഷുറൻസ്, അതായത് നമ്മുടെ ആ രാജ്യം താണ്ടുന്ന വരെയുള്ള ഇൻഷുറൻസ്, കമ്മീഷൻസ് എക്സ്ക്ലൂഡിംഗ് ബൈയിങ് കമ്മീഷൻ, പാക്കിംഗ് ചാർജസ് എക്സ്ക്ലൂഡിംഗ് ഡ്യൂറബിൾ ഗുഡ്സ്, അതുപോലെ എഞ്ചിനീയറിംഗ് ചാർജസ്, സ്കെച്ചിങ് ചാർജസ്, ഡെവലപ്മെന്റ് ചാർജസ് ഒക്കെ പക്ഷേ പെയ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. അതുപോലെ ലൈസൻസ് ഫീസ്, റോയാലിറ്റീസ്, അല്ലെങ്കിൽ ഫർദർ സെയിൽ കൺസിഡറേഷൻ നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യുക, ഫ്രീ ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ കൂട്ടുന്ന വാല്യൂവിനെ പഠിക്കുന്ന പേരാണ് FOB. എന്ത് വിളിക്കും? FOB. എന്ത് വിളിക്കും? FOB. ശരി, ഇപ്പൊ ചൈനയിലെ സാധനം എവിടെ എത്തി? ഫ്രീ ഓൺ ബോർഡ്. അവർ വണ്ടിയിൽ കയറ്റാനായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റായി. എല്ലാ സാധനങ്ങളും സെറ്റായി. ഇപ്പൊ ഈ സാധനം എവിടെ ഇരിക്കുന്ന? ചൈനയിലെ പോർട്ടിലാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? FOB കിട്ടി. ഇനി ഇതിനോടൊപ്പം 2 സാധനം കൂടി ആഡ് ചെയ്യണം. മെയിൻലി പറയുകയാണെങ്കിൽ 2 ഉള്ളൂ, പിന്നെ 2 കുഞ്ഞു ചെറിയ സാധനങ്ങളും കൂടെ ഉണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പൊ ചൈനയുടെ പോർട്ടിലല്ലേ ഇരിക്കുന്ന. ചൈനയുടെ പോർട്ടിൽ നിന്ന് ഈ സാധനം നമ്മുടെ ഇന്ത്യൻ പോർട്ട് വരെ വരാൻ, നമ്മുടെ ചൈന പോർട്ടിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ ഒഴുകി കടലിൽ കൂടെ വന്ന് ഇതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് എവിടെത്തും? നമ്മുടെ ഇന്ത്യൻ പോർട്ടിലെത്തും. എവിടെത്തും? ഇന്ത്യൻ പോർട്ടിലെത്തും. ഇതിന് വേണ്ടിയിട്ട് ഇനിയും കുറെ ചാർജുകൾ പേ ചെയ്യണം നമ്മൾ. അതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്താലേ ഇമ്പോർട്ടിന്റെ വാല്യൂ ആവുള്ളൂ. എന്താ? മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഫ്രൈറ്റ്. പിന്നെ അടുത്തതാണ് ഇൻഷുറൻസ്, അല്ലേ? കറക്റ്റ് അല്ലേ? സാറേ, നമ്മൾ ഫ്രൈറ്റും ഇൻഷുറൻസും നേരത്തെ ആഡ് ചെയ്തില്ലേ? ഇവിടെ ആഡ് ചെയ്ത ഫ്രൈറ്റും ഇൻഷുറൻസും എന്താണെന്ന് അറിയാം? ഇവിടെ ആഡ് ചെയ്ത ഫ്രൈറ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഫാക്ടറിയിൽ നിന്ന് അവിടുത്തെ പോർട്ട് വരെ, അവിടുത്തെ കപ്പലിൽ കയറ്റാൻ വരെയുള്ള ഫ്രൈറ്റും ഇൻഷുറൻസും ആഡ് ചെയ്തോളൂ. കറക്റ്റ് അല്ലേ? സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ടൊന്നെങ്കിൽ നോക്കി. നമ്മൾ ഇൻഷുറൻസ് എന്ന് പഠിച്ച സമയത്ത് ഇവിടെ പറയുന്നത് എന്താ? ഇൻഷുറൻസ് എവിടെ കിടക്കുന്നതാ? നോക്കി, കാരേജ് ഫ്രൈറ്റ് ഇൻഷുറൻസ് അപ് ടു ദ പോർട്ട് ഓഫ് ഷിപ്മെന്റ് ഇൻ എക്സ്പോർട്ടേഴ്സ് കൺട്രി. ഈ സാധനം എക്സ്പോർട്ട് ചെയ്യുന്ന ആളുടെ രാജ്യത്തിന്റെ പോർട്ടിൽ വരെ എത്താനുള്ള ഫ്രൈറ്റും കാരേജ് ചാർജസും ഒക്കെ ആഡ് ചെയ്തോളൂ. കാരണം ഈ സാധനം ചൈനീസ് കപ്പലിൽ കയറ്റുന്നത് വരെയുള്ള, അവരുടെ പോർട്ടിൽ കിടക്കുന്ന കപ്പലിൽ കയറ്റുന്നത് വരെയുള്ള ചാർജസേ നമ്മൾ ആഡ് ചെയ്തോളൂ. ഇത് കേക്കല്ല, ഇതെന്റെ ഷിപ്പാണേ. കണ്ടാ? സൂപ്പർ ഷിപ്പ്. രവിവർമ്മ വരയ്ക്കും ഇതുപോലെ. പിടിക്കോ? അപ്പൊ പോർട്ടിൽ കയറ്റി കഴിഞ്ഞാൽ പോർട്ടിൽ നിന്ന് ഈ ഷിപ്പ് കറങ്ങിത്തിരിഞ്ഞ് എവിടെ എത്തണം? ഇന്ത്യയിലെത്തണം. അപ്പൊ ഇവിടെയും നമ്മൾ ഇടയ്ക്ക് വെച്ച് വേണമെങ്കിൽ ഇത് മുങ്ങിപ്പോവാലോ. അല്ലെങ്കിൽ ഈ സാധനം ഷിപ്പിന്റെ മുകളിൽ കയറ്റിയാൽ മാത്രം മതിയോ? അത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യേണ്ട സ്ഥലത്ത് ചെല്ലേണ്ടി വരും. ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ഫ്ലൈറ്റും കാരേജും ഒക്കെ പേ ചെയ്യേണ്ടി വരും. ആ ചാർജസിനാണ് ഇനി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പോണത്. എന്തൊക്കെയാ ചാർജസ്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടെണ്ണേ ഉള്ളൂ. എന്തൊക്കെയാ നോക്കി? ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഫ്രൈറ്റ്, അതുപോലെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ഇൻഷുറൻസ്. ഇതെവിടുന്ന് എവിടം വരെ ഉള്ള ഇൻഷുറൻസും ഫ്രൈറ്റും? നമ്മുടെ ചൈനയുടെ പോർട്ടിൽ നിന്ന് ഇന്ത്യയുടെ പോർട്ട് വരെ എത്താനുള്ള ഫ്രൈറ്റും ഇൻഷുറൻസും. എത്രയാണ്? ഫ്രൈറ്റും ഇൻഷുറൻസും ആണ്. പഠിക്കോ? ഇതിന്റെ കൂടെ വേറെ കുറെ സാധനങ്ങൾ കൂടെ വരാം കേട്ടോ. അതായത് ചിലപ്പോൾ ഷിപ്പ് ഡംറേജ് ചാർജസ് വരാം ഓൺ ചാർട്ടേർഡ് വെസൽസ്. അതുപോലെ ലൈറ്റ്നിങ് ചാർജസ് വേണമെങ്കിൽ വരാം, അല്ലെങ്കിൽ ലൈറ്റ് ചാർജസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതുപോലെ ബാർക്ക് ചാർജസ് വേണമെങ്കിൽ വിളിക്കാം. എന്ത് വിളിക്കാം? ബാർക്ക് ചാർജസ്. എന്നിട്ട് പറയടാ, ഡമറി ചാർജസ് വരാം, ലൈറ്റ് റേറ്റ് ചാർജസ് വരാം, അല്ലെങ്കിൽ ബാർക്ക് ചാർജസ് വരാം. അതൊക്കെ എന്താണെന്ന് ഞാൻ താഴെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, വെൻ ഷിപ്പ് ഇസ് നോട്ട് ബ്രോട്ട് അപ് ടു ദ ജെട്ടി ബിക്കോസ് ഡീപ് ഡ്രോട്ട് at the port, അല്ലെങ്കിൽ port are busy at any other reasons, അങ്ങനെയാണെങ്കിൽ this case cargo shall be discharged at പറഞ്ഞുതരാം. അതായത് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഷിപ്പിന് നമ്മുടെ പ്രോപ്പർ ബോട്ട് ജെട്ടി വരെ എത്താൻ സംഭവിച്ചില്ല. ബോട്ട് ജെട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിന്റെ സൈഡിലേക്കുള്ള ബോട്ട് ജെട്ടി അല്ല. ആക്ച്വൽ കസ്റ്റംസ് പോർട്ടിന്റെ പ്രോപ്പർ നമ്മൾ എവിടെയാണോ ഇമ്പോർട്ടേഷൻ എൻഡ് ചെയ്യുന്നത് അവിടം വരെ എത്താനായിട്ട് സാധിച്ചില്ലെന്ന് വെച്ചോ. എന്തുകൊണ്ടാണ്? ഇപ്പോൾ സപ്പോസ് 1000 ബോട്ട് കിടക്കാൻ പറ്റുന്ന പോർട്ടാണ് നമ്മുടെ ബോട്ട്, അതിനുശേഷമാണ് വരുന്നത്. അവിടെ പ്രോപ്പർ സ്ഥലമില്ല. പിടിക്കോ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ബോട്ടിന്റെ ആഴം ഭയങ്കര കൂടുതലാണ്, അത്രയും ഡീപ്പായിട്ട് നമ്മുടെ പോർട്ടിന് ആഴമില്ല. പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം? പോർട്ട് എന്ന് പറഞ്ഞാൽ കടല്, ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം.
ഇതാണ് നമ്മുടെ കര. ഇവിടുന്ന് ഇങ്ങനെ ആയിരിക്കും കടൽ കിടക്കുന്നത്, ഇങ്ങനെ ആയിരിക്കും കടൽ കിടക്കുന്നത്. പിടിയോ, ഇത് ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കും കടൽ കിടക്കുന്നത്. ബോട്ടിന് അടിത്തട്ടെന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടാവും, താഴോട്ട് ഇത്രയും ഉണ്ടാവും, മേലോട്ടും ഉണ്ടാവും. ഇങ്ങനെയല്ലേ ബോട്ട് കിടക്കുന്നത്. അപ്പൊ ഈ ബോട്ടിന് മാക്സിമം ഇവിടം വരെ വരാൻ പറ്റൂ, ഇവിടം വരെ വരാൻ പറ്റൂല. അപ്പൊ മിക്ക ബോട്ടുകളും എന്ത് ചെയ്യും, ഇവിടം തൊട്ടേ ഇങ്ങനെ ആയിരിക്കും പണി കഴിപ്പിക്കുന്നത്. പിടിയോ, ഇവിടെ മാക്സിമം ആഴം ഉണ്ടാവും. അപ്പൊ ഇത്രയും ആഴം നമ്മുടെ ബോട്ടിന് ഇല്ലെങ്കിലോ, ചെറിയ ബോട്ടാണ്, ആ ചെറിയ ബോട്ടിന് ഇത്രയും ആഴം ഉണ്ടാവില്ല. അപ്പോഴെന്ത് ചെയ്യും, ഈ പറഞ്ഞ ഈ സാധനം വരുന്ന ബോട്ട് കുറച്ച് ദൂരെ ആയിരിക്കും നിർത്തുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും, വേറെ ഷിപ്പിനെ പറഞ്ഞു വിടും. വേറെ ഷിപ്പിനെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് സാധനം ഈ ഷിപ്പിലേക്ക് കയറ്റും. പിടിയോ, ചിലപ്പോൾ വെയിറ്റ് കൂടുതലായതുകൊണ്ടായിരിക്കും കയറ്റുന്നത്. അതിനെ ലൈറ്റിംഗ് ചാർജസ് എന്ന് വിളിക്കാം, ലൈറ്റ് റേറ്റ് ചാർജസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ലൈറ്റ് റേറ്റ് ചാർജസ് എന്നോ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ പറയാ, ബാർഗിങ് ചാർജസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. എന്ത് ബാർഗിങ് ചാർജസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ശരി, അപ്പൊ ഈ ഡമറേജ് ചാർജസ് എന്ന് വെച്ചാൽ എന്താ? ഡമറേജ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഈ പോർട്ട് നടത്തുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ കപ്പല് പോർട്ടിലേക്ക് ഇടാനായിട്ട് ഒരു പേയ്മെന്റ് കൊടുക്കണം. അതാണ് ഡമറേജ് ചാർജസ് എന്ന് വിളിക്കുന്നത്. ഡമറേജ് ചാർജസ് പേബിൾ ടു ദ പോർട്ട് ട്രസ്റ്റ് അതോറിറ്റി ഫോർ ഡിലേ ഇൻ ക്ലിയറൻസ് ഓഫ് ഗുഡ്സ് ആർ നോട്ട് ടു ബി ആഡഡ്. വിട്ടേക്കും. ആണ് ഡമറേജ് ചാർജസ്. ഓക്കെ, ഡമറേജ് ചാർജസ് പിടിയോ. അപ്പോൾ പോർട്ടിന് പേ ചെയ്യുന്ന പൈസയാണ് ഡമറേജ് ചാർജസ്. അപ്പോൾ ഈ ചാർജസും കൂടി ആഡ് ചെയ്യണം. കാരണം നമ്മുടെ കപ്പൽ ഇപ്പോൾ എവിടെ എത്തിയുള്ളൂ, നമ്മുടെ കപ്പൽ ഈ ചൈനീസ് പോർട്ടിൽ നിന്ന് കയറ്റി. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഫ്ലൈറ്റും ഇൻഷുറൻസും നമ്മൾ എന്തായാലും ആഡ് ചെയ്യണം. എല്ലാ കേസിലും ഫ്ലൈറ്റും ഇൻഷുറൻസും വരും. പിന്നെ ചില കേസിൽ മാത്രം എന്തൊക്കെ വരാം, ഡമറേജ് ചാർജസ് വരാം. അതുപോലെ നേരത്തെ പറഞ്ഞ ലൈറ്റ് റീച്ച് ചാർജസ് വരാം, അല്ലെങ്കിൽ ബാഗ് ചാർജസ് വരാം, ബാഗിങ് ചാർജസ് ഒക്കെ വരാം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. ഇനി ഒരു കാര്യം പറഞ്ഞാട്ടെ, ഈ പറഞ്ഞ ഫ്ലൈറ്റും ഇൻഷുറൻസും മിക്ക കേസിലും തന്നിരിക്കും. ഇനി തന്നിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം, FOBD 20% എടുക്കുക. എന്ത്, ഫ്ലൈറ്റ് FOBD 20% എടുക്കുക. ഇനി ഇൻഷുറൻസ് തന്നിട്ടില്ലെങ്കിലോ ഒന്നുമില്ല, FOBയുടെ 1.125% എടുക്കുക. ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ FOBD 20% എടുക്കുക. ഇനി ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ FOBയുടെ 1.125% എടുക്കുക. 1.125% എടുക്കുക. പിടിയോ. ശരി, ഇതേ സെയിം ഫ്ലൈറ്റ് കപ്പലിലൂടെയാണ് നോർമൽ കേസിൽ വരാം. കപ്പലിലൂടെയാണെങ്കിൽ 20% എടുക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അല്ല, എയറിലൂടെയാണ് വരുന്നെങ്കിൽ മാക്സിമം 20% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാക്സിമം 20% എന്ന് പറഞ്ഞാൽ എന്ത് സാറേ, മനസ്സിലായില്ല, ഞാൻ പറഞ്ഞുതരാം. ഇനി ഇൻഷുറൻസും സെയിം, ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എത്ര 1.125% എടുക്കാനല്ല പറയും. താഴെ ഞാൻ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ട് നിങ്ങൾ നോക്കി നമ്മുടെ ഫ്ലൈറ്റ് ആണ്. ഓക്കെ, ഇത് എയറിലൂടെയാണ് വരുന്നത്. ഇതെങ്ങനെയാണ് വരുന്നത്, എയറിലൂടെയാണ് വരുന്നത്. യെസ്സും ഉണ്ട്, നോയും ഉണ്ട്. ശരി, അപ്പോൾ നമുക്ക് നോ ആണെന്ന് നോക്കാം. നോ എന്ന് പറഞ്ഞാൽ ഈ സാധനം വരുന്നത് എവിടെയാ, സിയിലൂടെ ആയിരിക്കും. മെയിൻലി സിയിലൂടെ ആയിരിക്കും വരിക. എയറിലൂടെയും സിയിലൂടെയാണ് മെയിൻലി ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ ഉള്ളായിട്ട് നടക്കുന്നത്. ശരി, സിയിലൂടെയാണോ വരുന്നത്? അതെ, സിയിലൂടെയാണ് വരുന്നതെന്ന് വിചാരിച്ചോ. ഈ പറഞ്ഞ സാധനം ഈ സി ഫ്ലൈറ്റ് തന്നിട്ടുണ്ട്, ഗിവൺ ആണോ അല്ലേ നോക്കാം. തന്നിട്ടുണ്ട്, യെസ്, തന്നിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ചാർജസ് അങ്ങ് എടുത്താൽ മതി. ആക്ച്വൽ ഫ്ലൈറ്റ് നമ്മളങ്ങ് ട്രീറ്റ് ചെയ്താൽ മതി. ആക്ച്വൽ ഫ്ലൈറ്റ് നമ്മളങ്ങ് എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. ഇനി തന്നിട്ടില്ല എങ്കിൽ എന്തെടുക്കണം, 20% എടുക്കണമെന്നാണ് പറഞ്ഞത്. 20% എടുക്കണമെന്നാണ് പറഞ്ഞത്. കറക്റ്റ് അല്ലേ? ശരി, ഇനി ഈ സാധനം എയറിലൂടെയാണ് വരുന്നതെങ്കിലോ, എയറിലൂടെ ആണ് വരുന്നതെങ്കിൽ ആക്ച്വൽ ഫ്ലൈറ്റ് ഓർ 20% ഇതിൽ വെച്ച് വെറി സ്ലോവർ വേണം എടുക്കാൻ. സപ്പോസ് ആക്ച്വൽ ഫ്ലൈറ്റ് ഒരു 30% ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, 20% എടുക്കാവൂ. പിടിയോ. ഇതാണ് ഇവിടെ ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ്. ഈ അഡ്ജസ്റ്റ്മെന്റ് പെട്ടെന്ന് ആരും ഓർക്കൂല, പക്ഷേ ഈ സാധനമൊക്കെ എക്സാമിന് ചിലപ്പോൾ വേണമെങ്കിൽ ട്രിക്കി ആയിട്ട് ചോദിക്കാം. എന്തു സാറേ, എനിക്ക് മനസ്സിലായില്ല, ഒന്നിനെ പറയാം. സാധനം എങ്ങനെയൊക്കെ വരാം, വേണമെങ്കിൽ എവിടെയെങ്കിലും ഷോർട്ട് ആയിട്ട് എഴുതി വെച്ചോ. ഒന്നുകിൽ സിയിലൂടെ വരാം, അല്ലെങ്കിൽ എയറിലൂടെ വരാം. സിയിലൂടെ വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ഫ്ലൈറ്റ് എമൗണ്ട് ഗിവൺ ആയിരിക്കാം. ഗിവൺ ആണെങ്കിൽ ഈ ഗിവൺ എമൗണ്ട് എടുത്താൽ മതി. ഇനി തന്നിട്ടില്ലെങ്കിലോ, നോട്ട് ഗിവൺ ആണെങ്കിലോ, 20% അങ്ങ് എടുക്കാം. അത്രേ ഉള്ളൂ. 20% ഓഫ് FOB എടുക്കാം. സംശയമുണ്ടോ? 20% ഓഫ് FOB എടുക്കാൻ സംശയമുണ്ടോ? ഇല്ല. ഇനി സപ്പോസ് എയറിലൂടെയാണ്, താഴെ എഴുതാം. എയറിലൂടെ ആണെങ്കിൽ സെയിം രണ്ട് സിറ്റുവേഷൻ, ഗിവണും ഉണ്ട്, നോട്ട് ഗിവണും ഉണ്ട്. ശരി, ഗിവൺ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഗിവൺ ആണെങ്കിൽ ആ ഗിവൺ എമൗണ്ട് ഓർ 1.125%, സോറി, ഗിവൺ എമൗണ്ട് ഓർ 20% വിച്ച് എവർ ഇസ് ലോവർ എടുക്കുക. നോട്ട് ഗിവൺ ആണെങ്കിൽ 20% അങ്ങ് എടുക്കുക. 20% ഓഫ് FOB. പിടിക്കോ. അപ്പോൾ എയറിലൂടെ ആണെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ പോലും തന്നിട്ടുള്ള എമൗണ്ട് ഓർ 20%. പിടിക്കോ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സിയിലൂടെ നമുക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് തന്നേക്കുന്ന 20%-ന് പകരം 20 അല്ല, ഇപ്പോൾ സപ്പോസ് ഒരു 30% ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ 30% തന്നെ നിങ്ങൾക്ക് എടുക്കാം. 30% എന്നാൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 20% എടുക്കാം.
ഇനി എയറിലൂടെയാണ് വരുന്നെങ്കിൽ നിങ്ങൾക്ക് 30% എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ 30 or 20 വിച്ച് എവർ ഈസ് ലോവർ 20. ഇപ്പോൾ 20% എടുക്കാവും. അതാണ് അതിൻ്റെ അഡ്ജസ്റ്റ്മെന്റ്. പിടിക്കോ? ഇൻഷുറൻസ് പ്രത്യേകിച്ചൊന്നുമില്ല. ഇൻഷുറൻസ് എമൗണ്ട് ഗിവൺ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ അതങ്ങ് എടുത്താൽ മതി. നോട്ട് ഗിവൺ ആണോ? അതെ. അങ്ങനെയാണെങ്കിൽ 1.125% എടുക്കാം. 1.125% എടുക്കാം. അത് എയറിലൂടെ ആയാലും അതുപോലെ സിയിലൂടെ ആയാലും. പിടിയോ? ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? CIF കിട്ടി. CIF എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ FOB. ശരി, അതായത് കോസ്റ്റ് പ്ലസ് ഇൻഷുറൻസ്, അതാണ് ഐ. CIFന്റെ CI പ്ലസ് ഫ്രൈറ്റ് ആഡ് ചെയ്തു. ഇപ്പൊ എന്ത് കിട്ടി? CIF കിട്ടി. കോസ്റ്റ്, ഇൻഷുറൻസ്, ഫ്രൈറ്റ്. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അസസബിൾ വാല്യൂ എന്ന് വിളിക്കുന്നത്. അതിനെന്ത് വിളിക്കുന്നത്? അസസബിൾ വാല്യൂ എന്ന് വിളിക്കുന്നത്. ശരി, ശ്രദ്ധിച്ചേ. നമ്മൾ ചൈനയിൽ നിന്ന് സാധനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക. ആദ്യമേ എക്സ്ട്രാക്ടറി പ്രൈസ്. ഓക്കെ, അതിനോടൊപ്പം അവിടുത്തെ കാരേജ്, അവിടുത്തെ ഫ്രൈറ്റ്, അവിടുത്തെ ഇൻഷുറൻസ്, അവിടുത്തെ ലോഡിംഗ് ചാർജസ്, അവിടെ അൺലോഡിംഗ് ചാർജസ്, അവിടുത്തെ ബ്രോക്കറേജ്, അവിടുത്തെ കമ്മീഷൻസ്, അവിടുത്തെ ഡിസൈനിങ് ചാർജസ്, അവിടുത്തെ പാക്കിംഗ് ചാർജസ്, അവിടുത്തെ കമ്മീഷൻ, ഈ പറഞ്ഞ എല്ലാ അൽക്കുലത്ത് പരിപാടികളും, റോയൽറ്റി ഉൾപ്പെടെ, ലൈസൻസ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്തു. നമ്മുടെ കസ്റ്റംസ് പോർട്ടിലെത്തി, ലോഡ് ചെയ്തു. അപ്പോൾ ഒരു വാല്യൂ കൂട്ടി അതിനെ വിളിക്കും. എന്ത് പേര്? FOB എന്ന് വിളിക്കും. എന്നിട്ട് ലോഡ് ചെയ്ത ആ ഷിപ്പിന് നമുക്ക് എന്ത് കൊടുക്കണം? ഫ്രൈറ്റ് കൊടുക്കേണ്ടി വരും. അവിടെയും ഇൻഷുറൻസ് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ കസ്റ്റംസ് പോർട്ടിൽ വരുമ്പോൾ ഡമറേജ് ചാർജസും ലൈറ്ററിംഗ് ചാർജസും ബാർ ചാർജസും ഒക്കെ പേ ചെയ്യേണ്ടി വരും. അതിനെ കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? CIF കിട്ടുന്നത്. CIF എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് ഇൻഷുറൻസ് പ്ലസ് ഫ്രൈറ്റ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ FOB. പിടിയോ? ഇതിൽ ഐ എന്താ? ഇൻഷുറൻസ് തന്നിട്ടുണ്ടെങ്കിലും തന്നിട്ടില്ലെങ്കിലും. തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എടുക്കാം. തന്നിട്ടില്ലെങ്കിൽ നമ്മളായിട്ട് 1.15% എടുക്കുക. അതുപോലെ ഫ്രൈറ്റ് തന്നിട്ടുണ്ടെങ്കിലും തന്നിട്ടില്ലെങ്കിലും. തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എടുക്കുക. തന്നിട്ടില്ലെങ്കിൽ 20% എടുക്കുക. ശരി, സിയിലൂടെ ആണെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എടുക്കുക. തന്നിട്ടില്ലെങ്കിൽ 20% എടുക്കുക. എയറിലൂടെ ആണെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഓർ 20% വിച്ച് എവർ ഇസ് ലോവർ. തന്നിട്ടില്ലെങ്കിൽ 20% തന്നെ എടുക്കുക. ക്ലിയർ ആയോ? ഇത്രയുള്ള പരിപാടി. സത്യം പറഞ്ഞാൽ ഇത്രയും പഠിച്ചാൽ മതി. ശരി, ഇനി ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? ഈ പറഞ്ഞ ചാർജസിനകത്ത് ഷാൽ നോട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട? ഡ്യൂട്ടീസും ടാക്സസും ഇൻക്ലൂഡ് ചെയ്യേണ്ട. അതറിയാം. ഡ്യൂട്ടീസും ടാക്സസും കണ്ടുപിടിക്കാനുള്ള എമൗണ്ട് ആണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എക്സ്ട്രാ ഇനി ഡ്യൂട്ടിയും ചാർജസും ഒന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട. അതുപോലെ ഇറക്ഷൻ ചാർജസ് ഉണ്ടെങ്കിൽ ആ ഇറക്ഷൻ ചാർജസ് പേ ചെയ്യേണ്ട. ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യൻ പോർട്ടിൽ വന്നിട്ട് ട്രാൻസ്പോർട്ടേഷനും ഇൻഷുറൻസ് പേ ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ട. ഇന്ത്യയിൽ പേ ചെയ്യുന്ന ഡെവലപ്പിംഗ് ചാർജസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പേ ചെയ്യേണ്ട. പോർട്ട് ഡെമറേജ് ചാർജസ് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അൺലോഡിങ്ങിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പേ ചെയ്യേണ്ട പറ്റില്ല. അതുപോലെ പോസ്റ്റ് ഇൻസ്പെക്ഷൻ എന്തെങ്കിലും ഉണ്ട്, ഇമ്പോർട്ടേഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇൻസ്പെക്ഷൻ ചാർജസ് എന്തെങ്കിലും പേ ഉണ്ടെങ്കിൽ അതിനൊന്നും ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ പോർട്ട് വരെ എത്തുന്ന ചിലവ്, പോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ചിലവ് വന്നാൽ അതിനൊന്നും ഇൻക്ലൂഡ് ചെയ്യണം. പോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ചിലവൊന്നും വന്നാൽ അതിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പിടിയോ? അതായത് സാധനം നമ്മുടെ എവിടെ വന്നു? നമ്മുടെ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം എവിടെ വന്നു? നമ്മുടെ പോർട്ടിൽ വന്നു, ഇന്ത്യൻ പോർട്ടിൽ വന്നു. ഇതുവരെയുള്ള എല്ലാ ചാർജസും ഇൻക്ലൂഡ് ചെയ്തു. ഇനി ഇന്ത്യൻ പോർട്ടിൽ വന്നു. ഇപ്പൊ വന്നത് എവിടെയാ? സപ്പോസ് നമ്മുടെ മുംബൈ പോർട്ടിലാണ് വന്നത്. ശരി, മുംബൈയിൽ നിന്ന് ഈ സാധനം എവിടെ എത്തണം? നമ്മുടെ കൊച്ചു കേരളത്തിലെത്തണം. കേരളത്തിലെത്താൻ വേണ്ടി വീണ്ടും നമ്മൾ കുറേ ചാർജസ് പേ ചെയ്യേണ്ടി വരും. എന്ത്? ഫ്രൈറ്റ്, കാരേജ്, അൺലോഡിങ്, ലോഡിങ്, പാക്കിംഗ് ചാർജസ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ്, ഡ്രൈവറിന്റെ ചാർജസ്, ഈ പറയുന്ന ചാർജസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. ഇതിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യണ്ട? ഇമ്പോർട്ട് ഡ്യൂട്ടി കണ്ടുപിടിക്കാനുള്ള വാല്യൂനോടൊപ്പം ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ആ വാല്യൂ കണ്ടുപിടിച്ച് നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടിയും പേ ചെയ്തിട്ട് പിന്നെ ഇറങ്ങിയിട്ട് വരുന്ന ചാർജസ് ആണ് ഈ പറയുന്നത്. അപ്പൊ പോസ്റ്റ് ഇമ്പോർട്ടേഷൻ ചാർജസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. പിടിയോ? ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ടെക്സ്റ്റിലോട്ട് പോകാം. ടെക്സ്റ്റിൽ കുറച്ച് പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ പ്രോബ്ലംസ് ആണ്, നമുക്ക് ചെയ്തു നോക്കാം. ശരി, എന്താ എത്തിയോ? തന്നെ വാല്യുവേഷൻ റൂൾസ് 6.3 രണ്ടെണ്ണം ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കസ്റ്റംസ് ടാരിഫ് വാല്യൂ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ വാല്യൂ. ഓക്കെ, ശരി. ട്രാൻസാക്ഷൻ വാല്യൂന്റെ കാര്യമാണ് പറഞ്ഞത്. എന്താവാൻ? ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യണം, സെല്ലറും ബയറും റിലേറ്റഡ് ആവാൻ പാടില്ല, പ്രൈസസ് ഓൾ കൺസിഡറേഷൻ ആയിരിക്കണം. അത് മാത്രമല്ല കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസും കൂടി നിങ്ങൾ പഠിക്കണം. ആ കണ്ടീഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ പഠിച്ചതാ. എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? ഡിസൈനിങ് ചാർജസ്, റോയൽറ്റി, ഈ പറഞ്ഞ സുനാപ്പി എല്ലാം ഇൻക്ലൂഡ് ചെയ്യണം. അതൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലേ? ഇതില് 14.2 എന്താ പറയുന്നത്? കസ്റ്റംസ് ടാരിഫ് വാല്യൂ. അത് പ്രത്യേകിച്ച് ഇനി പറയണോ? വേണ്ട. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. ഒരു കാര്യം ഞാൻ ഈ ഡേറ്റ് ഓഫ്
റിലവൻറ്റ് ഡിറ്റർമിനേഷൻ ഓഫ് എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കാര്യം പറഞ്ഞു. എക്സ്ചേഞ്ച് റേറ്റിൻ്റെ റേറ്റ് പറയാൻ മറന്നുപോയി, അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വെയിറ്റ്, ബാക്കി നമുക്ക് നോക്കാം. ഇത് നമ്മൾ പഠിച്ചല്ലേ, പ്രൈമറി വാല്യൂ, അതാണ് ഇപ്പോൾ പഠിച്ചത്. പ്രൈമറി മെത്തേഡാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് വാല്യുവേഷൻ റൂൾസ് നമ്പർ 3 സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിരുന്നു. ഓർഡിനറി കോസ്റ്റ് ഓഫ് ബിസിനസ് ഫുള്ളി കോമ്പറ്റീറ്റീവ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ ആ സാധനം. ശരി, ഇത് കണ്ടോ റിലേറ്റഡ് പേഴ്സൻ്റെ ആരൊക്കെയാന്ന് നോക്കിയാൽ, റിലേറ്റഡ് പേഴ്സൺ ഓഫീസർ ഓർ ഡയറക്ടർ ഓഫ് വൺ അനദർ ബിസിനസ്, ലീഗലി റെക്കഗ്നൈസ്ഡ് പാർട്ണർ, എംപ്ലോയർ, അതുപോലെ പേഴ്സൺ ഹോൾഡിംഗ് ഓർ കൺട്രോൾ 5% ഓഫ് വോട്ടിംഗ് റൈറ്റ് ഇൻ ഏതെങ്കിലും കമ്പനി. ഇനി കൺട്രോളിംഗ് അതായത് ഹോൾഡിംഗ് ഓൺ സബ്സിഡീസ്, പാർട്ട്ലി ഓൺ സബ്സിഡീസ് ഒക്കെ ആണെങ്കിൽ അത് മെമ്പർ ഓഫ് സെയിം ഫാമിലി. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് റിലേറ്റഡ് പേഴ്സൺ എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി റിലേറ്റഡ് പേഴ്സൺ ആണെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്യാം. എന്താ, നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എങ്കിൽ, പ്രൈസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല എങ്കിൽ, ഇനി അതുപോലെ നമ്മുടെ വാല്യൂഷൻ റൂൾ അനുസരിച്ച് സെയിം വാല്യൂ ആണ് വരുന്നതെങ്കിലും കുഴപ്പമില്ല. പഠിച്ചതാണേ. ഒരു ഒറ്റ കാര്യം കൂടെ പറയണ്ടേ, അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് താഴ്ത്തു പോവാം. ഇനി താഴ്ത്തു വരാണെങ്കിലേ നമ്മുടെ റൂൾ 10 കുറച്ച് കാര്യം കൂടെ പറയുന്നുണ്ട്. റൂൾ 10 പറയുന്നതെന്ന് അറിയാമോ? ഓക്കെ, യെസ്, വേർ ദ CIF value is given but transportation cost is not available, then transportation cost will be, മനസ്സിലായില്ല? CIF വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ CIF വാല്യൂ തന്നിരിക്കുന്നത് ഒരു 1,20,000 എന്ന് വെച്ചോ. CIF വാല്യൂ എത്രയാണ്? 1,20,000. CIF വാല്യൂ എത്രയാണ്? 1,20,000 ആണെന്ന് വെച്ചോ. CIF വാല്യൂ എത്രയാണ്? 1,20,000. ശരി, ഇത് പ്രോബ്ലം വരുമ്പോൾ വേണമെങ്കിൽ ചെയ്തില്ല. അതായത് നമ്മൾ പ്രപ്പോസിറ്റ് എമൗണ്ട് ബാക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, ശരി. ഇതിൽ നമുക്ക് എന്തില്ല? ട്രാൻസ്പോർട്ടേഷൻ വാല്യൂ ഇല്ല, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല. അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാ? ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് CIF വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? CIF എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാടാ? കോസ്റ്റ് പ്ലസ് ഫ്രൈറ്റ് പ്ലസ് ഇൻഷുറൻസ് അല്ലേ? ഫ്രൈറ്റ് പ്ലസ് ഇൻഷുറൻസ് അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു CIF വാല്യൂ ഉണ്ട്. അതിൽ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് അറിയത്തില്ല, മറ്റേത് ഇൻക്ലൂസീവ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് ചെയ്യേണ്ട കാര്യം സിമ്പിൾ. CIF വാല്യൂ ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 120 ചെയ്താൽ പോരെ. ഈ എമൗണ്ട് എന്ന് പറയുന്നത് 120 ആയിരിക്കും. അപ്പോ 120 20 ചെയ്താൽ പോരെ. 120 20 ചെയ്താൽ പോരെ, ഇത്രേ ഉള്ളൂ. സെയിം തിരിച്ചു തന്നെ ഇവിടെ ഇൻഷുറൻസ് എമൗണ്ട് ഇല്ലെങ്കിൽ സെയിം ഈ CIF വാല്യൂവിനെ തിരിച്ചു ചെയ്താൽ മതി. ഞാൻ ഇത് ചെയ്ത് കാണിച്ചു തരണോ? ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത് പറയാനൊന്നുമില്ല. അതായത് ആക്ച്വലി നമ്മുടെ CIF എന്ന് പറയുന്ന വാല്യൂ കോസ്റ്റ് പ്ലസ് ഫ്രൈറ്റ് പ്ലസ് ഇൻഷുറൻസ് ആണ്. ഇതിന് ഇൻക്ലൂസീവ് ആയിട്ട് ഒറ്റ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരുപാട് ബാക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇപ്പൊ പറഞ്ഞുതരാം. എന്താ, 1 lakh rupees ആണ് നമ്മുടെ കോസ്റ്റ് എന്ന് വെച്ചോ. 1 lakh rupees എന്താണ്? കോസ്റ്റ് ആണ്. അതായത് FOB ആണെന്ന് വെച്ചോ. FOB കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് FOB എന്ന് വിളിക്കാം. FOB. ശരി, ഇതിന്റെ തിരിച്ച് നിങ്ങൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തേ. നമുക്ക് ഫ്രൈറ്റ് കണ്ടുപിടിക്കാം. ഫ്രൈറ്റ് എത്ര? 20% അല്ലേ? 20,000 വരും. ഓക്കെ, മറ്റേതോ 1.125% അല്ലേ? 1 lakhന്റെ 1.125% എത്രയാ? 1,125. കൂട്ടുമ്പോൾ എത്ര വരും? 1 lakh പ്ലസ് 1,21,125. ഇതല്ലേ എമൗണ്ട് വരിക? ഇങ്ങനെയാണ് ആ എമൗണ്ട് വരിക. അതായത് ആക്ച്വൽ നമ്മുടെ CIF എന്ന് പറയുന്നത് ഇതാണ്. CIF എന്ന് പറയുന്ന ഈ എമൗണ്ടാണ്. പക്ഷെ ചില സിറ്റുവേഷനിൽ എന്ത് തരുമെന്ന് അറിയാമോ? നമ്മുടെ ഈ വാല്യൂ ഇൻക്ലൂസീവ് ആയിട്ടങ്ങ് തരും. അതായത് CIF വാല്യൂ തരും. ഇവർ പറയും CIF വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 1,20,000 ആണ്. 1,20,000. ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ പറഞ്ഞ ഇൻഷുറൻസ് ഫ്രൈറ്റും കണ്ടുപിടിക്കണം, അതുപോലെ ഇൻഷുറൻസും കണ്ടുപിടിക്കണം. ഫ്രൈറ്റും ഇൻഷുറൻസ് വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ ഈ സിമ്പിൾ ഇക്വേഷൻ അങ്ങ് ഫോളോ ചെയ്താൽ മതി. എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ 1,20,000 രൂപയെ ഡിവൈഡ് ബൈ 120 ചെയ്യുക ഇൻറ്റു 20, ഇത്രേ ഉള്ളൂ. അതുപോലെ 1,20,000 രൂപയെ ഡിവൈഡ് ബൈ 112.25 ചെയ്യുക ഇൻറ്റു 1.125, ഇത്രേ ഉള്ളൂ. ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. അതായത് സത്യം പറഞ്ഞാൽ ആക്ച്വലി ഈ ആൻസർ ആയിരിക്കില്ല ഇവിടെ വരുന്നത്, ചേഞ്ച് ഉണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. എത്ര വരെ നോക്കി? 1,20,000 ഡിവൈഡ് ബൈ 120 ഇൻറ്റു 20. ഇവിടെ 20,000 കിട്ടി. ഓക്കെ, ഇപ്പോൾ ചോദിക്കോ
1,20,000 ഡിവൈഡഡ് ബൈ 101.25 1.125 എന്നല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 0 കൂടെ ഉണ്ടേ. ഇതിവിടെ എങ്ങനെ വരാം? 101.125 എന്നാ വരാം. 1.125 എന്നല്ലേ വരാം? ശരി, ഇൻറ്റു 1.125 എത്ര വരാം? കണ്ടോ, എമൗണ്ടിൽ ചെറിയ വ്യത്യാസം വരും. 1333.33 വരും. എന്നാലും കുഴപ്പമില്ല, ഈ വാല്യൂ മതി എന്നാണ് അവർ പറയുന്നത്. കിട്ടിയോ? ഇപ്പോൾ ഇൻക്ലൂസീവ് ആയിട്ടാണ് തരുന്നെങ്കിൽ നിങ്ങൾ ഇതിനെ 2 പ്രാവശ്യം ബാക്ക് വർക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയില്ലെങ്കിൽ വിട്ടേക്ക്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ശരി, ആ കാര്യമാണ്. ഇതുണ്ടോ നമ്മുടെ 20% 1.125% മേയറിലൂടെ വരികയാണെങ്കിൽ 20%, അത് ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്ലോ ചാർട്ടിൽ കാണിച്ചു തന്നില്ലേ? അത് പഠിച്ചാൽ മതി. ഓക്കെ, ഈ സാധനം തന്നെ നമ്മൾ പഠിച്ചത്, വാല്യൂ, കാരേജ്, ആഡ്, കമ്മീഷൻ, പാക്കിങ്. പക്ഷേ എക്സ്ക്ലൂഡിങ് ബൈയിങ് കമ്മീഷൻ, എക്സ്ക്ലൂഡിങ് ഡ്യൂറബിൾ ഗുഡ്സ്, അതുപോലെ അണ്ടർടേക്കൻ ഇൻ ഇന്ത്യ, റോയൽറ്റി എല്ലാം വിട്ടേക്കുക. അതുപോലെ ഫ്ലൈറ്റ്, ഡെമറി ചാർജസ്, ഇൻഷുറൻസ്, അല്ലേ? 20%. ഇത്രേ ഉള്ളൂ. പ്രോബ്ലം നമുക്ക് ചെയ്യാം. ശരി, ഇതിലൊരു എക്സ്ചേഞ്ച് റേറ്റിൻ്റെ കാര്യം പറയാനുണ്ട്, അതും കൂടെ പറഞ്ഞാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അത് എനിക്ക് പറഞ്ഞുതരാം. ശരി, ഫ്രം ദ പെർട്ടിക്കുലേഴ്സ് ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് ദ അസസബിൾ വാല്യൂ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് അണ്ടർ കസ്റ്റംസ് ആക്ട് 1962. ശരി, കോസ്റ്റ് ഓഫ് മെഷീൻ അറ്റ് ദ ഫാക്ടറി ഓഫ് ദ ഇമ്പോർട്ടിംഗ് കൺട്രി എത്രയാ? $20,000 ആണ്. $20,000. ഓക്കെ, ആയിക്കോട്ടെ. ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഇൻകേർഡ് ബൈ ദ എക്സ്പോർട്ടർ ഫ്രം ഹിസ് ഫാക്ടറി ടു ദ പോർട്ട് ഓഫ് ഇമ്പോർട്ടേഷൻ. കണ്ടോ, ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉണ്ട്. എവിടുന്ന? ആ ഫാക്ടറിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന പോർട്ട് വരെ. ശരി, അതിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഹാൻഡ്ലിംഗ് ചാർജസ് പെയ്ഡ് ഫോർ ലോഡിംഗ് ദ മെഷീൻ ഇൻ ടു ദ ഷിപ്പിലേക്ക് മെഷീൻ ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് ഹാൻഡ്ലിംഗ് ചാർജസ് പെയ്ഡ് ചെയ്തു $100. അതിന് ആഡ് ചെയ്യണോ വേണ്ടേ? ശരി, അതിനെയും നമ്മൾ ആഡ് ചെയ്യണം. ശരി, അതിനെയും നമ്മൾ ആഡ് ചെയ്തു. ഓക്കെ, ആയിക്കോട്ടെ. ഇനി അടുത്ത എന്താ നോക്കിയേ? ബൈയിങ് കമ്മീഷൻ പെയ്ഡ് ബൈ ദ ഇമ്പോർട്ടർ. ബൈയിങ് കമ്മീഷൻ ആഡ് ചെയ്യണോ? വേണ്ട. ഓർമ്മയുണ്ടോ? ബൈയിങ് കമ്മീഷൻ നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല, കാരണം ഏജന്റിന് പേജ് എന്നായിരിക്കും ബൈയിങ് കമ്മീഷൻ. അപ്പോൾ അതിന് ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. ശരി, അടുത്ത് നോക്കിയേ. ഫ്രൈറ്റ് ചാർജസ്, ഓക്കെ, ഫ്രം എക്സ്പോർട്ടിംഗ് കൺട്രി ടു ഇന്ത്യ. എക്സ്പോർട്ടിംഗ് കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക്. അപ്പോൾ ഇത് എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത്? FOB ശേഷം. FOB കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ടാണ് എന്ത് ആഡ് ചെയ്യേണ്ടത്? ഫ്രൈറ്റ് ആഡ് ചെയ്യേണ്ടത്. ആ ഫ്രൈറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. പിടിയിട്ടോ? 2,000 രൂപയെന്നാണ് തന്നിരിക്കുന്നത്. ശരി, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. കഴിഞ്ഞില്ല, ഇവർ എക്സ്ചേഞ്ച് റേറ്റ് തന്നിട്ടുണ്ട് $1 65 രൂപ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഡോളർ എമൗണ്ട് എത്രയാണോ അതിന് 65 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരി, ഈ പറഞ്ഞ എക്സ്ചേഞ്ച് റേറ്റ്, മൾട്ടിപ്പിൾ എക്സ്ചേഞ്ച് റേറ്റ് വന്നാൽ അതിൽ ഏതെടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ നേരത്തെ പെൻഡിങ് വെച്ച ടോപ്പിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ശരി, ഇവിടെ നോക്കി, ആ ഒരു എക്സ് ഫാക്ടറി പ്രൈസ് ആണ് തന്നിരിക്കുന്നത് $20,000. അതിനോടൊപ്പം ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, പോർട്ട് വരെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആഡ് ചെയ്തു, ഹാൻഡ്ലിംഗ് ചാർജസ് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? FOB കിട്ടി, $21,100 എന്ന് കിട്ടി. അതിനുശേഷം ബൈയിങ് കമ്മീഷൻ ആഡ് ചെയ്യണോ? വേണ്ട, നോട്ട് ഇൻക്ലൂഡബിൾ. അത് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരി, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് തന്നേക്കുന്നത്? നമുക്ക് ഇനി അത് കഴിഞ്ഞ് ആഡ് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാ? FOB കണ്ടുപിടിച്ചാൽ പിന്നെ ആഡ് ചെയ്യേണ്ട കാര്യം കോസ്റ്റും. സത്യം പറഞ്ഞാൽ ഇതിന്റെ മുന്നിലാണ് ഇടേണ്ടത് എന്ന് വേണേൽ പറയാം. FOB വാല്യൂ ഓഫ് എക്സ്പോർട്ടർ കഴിഞ്ഞിട്ട് നമ്മുടെ റൂൾ 10 പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സിലുള്ള ഒരെണ്ണമാണ് ഇത്. പക്ഷേ ഇതിന് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോഴാണ് നമുക്ക് ആക്ച്വൽ FOB കിട്ടുക. പക്ഷേ ഇവിടെ സെയിം ആയതുകൊണ്ടാണ് വീണ്ടും എഴുതാത്തത്. ആക്ച്വൽ FOB എന്ന് പറഞ്ഞാൽ 21,000 ആണ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോസ്റ്റും ഫ്രൈറ്റും ആഡ് ചെയ്യുന്നത്. അല്ല, കോസ്റ്റ് അല്ല, ഇൻഷുറൻസും ഫ്രൈറ്റും ആഡ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ഇവിടെ ഇൻഷുറൻസിന്റെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഫ്രൈറ്റിന്റെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫ്രൈറ്റിന്റെ എമൗണ്ട് നമുക്ക് ഡയറക്റ്റ് എടുക്കാം. എത്ര രൂപ? ഈ $2,000 എന്ന് എടുക്കാം. ശരി, ഇൻഷുറൻസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാ? FOB വാല്യൂന്റെ 1.125%. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം, $21,000 ഇൻറ്റു 1.125%. നിങ്ങൾ നോക്കി, $21,000 1.125% എത്രയാണ്? 1.125% എത്രയാ വരാ? തെറ്റാണല്ലോ എഴുതി വെച്ചേക്കുന്നത്. 21,000 അല്ല, 21,100. സോറി, $21,100 ചിലവാ. എന്താ പറയാ ഞാൻ? 1.125%. 237.375. 375 അവർ 378 എന്നായിട്ട് റൗണ്ട് ചെയ്തു. 2 പോയിന്റിൽ റൗണ്ട് ചെയ്തു. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
CIF വാല്യൂ അല്ലെങ്കിൽ അസസബിൾ വാല്യൂ കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി എന്ത് ചെയ്യണം? ഇതിനെ എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്തോളാം. പഠിക്കോ? ഇനി അതേ സിമിലർ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്ത് കാണിക്കാത്തതിൻ്റെ കാരണം അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ്. ഇതിൽ ഇനി നിങ്ങൾക്ക് ഉള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ആണ്. ആ കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വെയിറ്റ് ഞാൻ എടുക്കട്ടെ. അല്ലെങ്കിൽ നമുക്ക് ഈ സാധനം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം വെറുതെ നമ്മൾ ധൃതി കാണിച്ച് ഇത് പെട്ടെന്ന് പഠിച്ചു തീർത്തിട്ട് കാര്യമില്ല. നമുക്ക് എന്തായാലും പഠിക്കാനുള്ളത് പഠിക്കണ്ടേ. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം. ഇതേ സെയിം മോഡൽ വരുന്ന നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം. പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മറ്റേ സംഭവം നോക്കാം. ഓക്കെ, അത് മതി. പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ചെയ്യാൻ പറ്റത്തില്ലടാ. കാരണം ഈ അടുത്ത ഇല്ലസ്ട്രേഷൻ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവത്തിൻ്റെ ഇതിനകത്തും അതേ അഡ്ജസ്റ്റ്മെന്റ് വരും. അപ്പോൾ അത് പഠിച്ചാലേ ഇനി പഠിക്കാൻ പറ്റും. ഓക്കെ, വേണ്ട ഇപ്പം തന്നെ 1 hour ആയി. നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യം പഠിക്കാം. അത് മതി. അല്ലെങ്കിൽ വെറുതെ പഠിച്ചിട്ട് ഓവറായിട്ട് കുളവാക്കണ്ട. ശരി, അപ്പോൾ നമുക്ക് ഇതുവരെ പഠിച്ചതൊന്ന് പഠിച്ചാലോ? ഇതുവരെ നമ്മൾ എന്താ പഠിച്ചത്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം, എക്സ്പോർട്ട് ചെയ്യുമ്പോഴും വാല്യൂ കണ്ടുപിടിക്കണം. കാരണം കണ്ടുപിടിക്കുന്ന വാല്യൂവിന് പുറത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ പറഞ്ഞ ഇമ്പോർട്ട് ഡ്യൂട്ടിയും എക്സ്പോർട്ട് ഡ്യൂട്ടിയും ഇന്നലെ പഠിച്ച ഡ്യൂട്ടീസ് ഒക്കെ നമുക്ക് ലഭിക്കാൻ പറ്റും. ഇന്നലെ വരെ പഠിച്ചപ്പോൾ നമ്മൾ ആ വാല്യൂവിനെ വിളിക്കുന്ന പേര് അസസബിൾ വാല്യൂ ആയിരുന്നു. അസസബിൾ വാല്യൂ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലായി ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടുത്തെ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? CIF. എക്സ്പോർട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് FOB. ഇമ്പോർട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് CIF. എക്സ്പോർട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് FOB. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചൈനയുടെ ആസ്പെക്ട് മാത്രമല്ല പറഞ്ഞുള്ളൂ. ഇനി ഇന്ത്യയിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് നമ്മൾ ഗുഡ്സ് കയറ്റി അയക്കുകയാണെങ്കിലോ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇപ്പോൾ TVS എന്ന് പറഞ്ഞ ബൈക്ക് മാനുഫാക്ചറിങ് കമ്പനി, TVS എന്ന് പറഞ്ഞ സാധനം ബൈക്കുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയാണ് അല്ലെ? ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? സെയിം നമ്മളിപ്പോൾ പഠിച്ച സെയിം സാധനം തന്നെ. എന്താ? എക്സ് ഫാക്ടറി പ്രൈസ്, അതായത് അതിന്റെ എക്സ് ഫാക്ടറി പ്രൈസ് പ്ലസ് കാരേജ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ്, എവിടം വരെ നമ്മുടെ കസ്റ്റംസ് പോർട്ട് വരെ എത്തിച്ചു കൊടുക്കാനുള്ള ലോഡിംഗ് ചാർജസ്, അൺലോഡിംഗ് ചാർജസ് ഒക്കെ എവിടെ? നമ്മുടെ കസ്റ്റംസ് പോർട്ട് വരെ എത്തിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ എന്ത് വിളിക്കും? FOB എന്ന് വിളിക്കാം. കഴിഞ്ഞില്ല. ഇനി ആ പോർട്ടിൽ തന്നെ വേറെ കുറെ ചിലവുകളുണ്ടാവും. കമ്മീഷൻസ്, പാക്കിംഗ് ചാർജസ്, ഈ പറഞ്ഞ ചാർജസ് അല്ലേ? ഇതിനെല്ലാം ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂവിനാണ് FOB ആസ് പെർ കസ്റ്റംസ് എന്ന് വിളിക്കുന്നത്. പിടികിട്ടിയോ? ഇത് ആഡ് ചെയ്യേണ്ടത് ആസ് പെർ റൂളാണ്. ആസ് പെർ റൂൾ 10 പറയുന്ന വാല്യൂസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, ആഡ് ചെയ്യേണ്ട ഈ സാധനങ്ങളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് FOB. പിടികിട്ടിയോ? ഈ FOBയുടെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ എക്സ്പോർട്ട് ഡ്യൂട്ടി മേടിക്കുന്നത് അല്ലെ? TVS കമ്പനിയുടെ കയ്യിൽ നിന്ന് എന്ത് മേടിക്കുന്നത്? എക്സ്പോർട്ട് ഡ്യൂട്ടി മേടിക്കുന്നത്. കറക്റ്റാണോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? എക്സ്പോർട്ട് ഡ്യൂട്ടി ഈ വാല്യൂവിനെ പുറത്താണ് മേടിക്കുന്നത്. പിടികിട്ടിയോ? ഇനി ഇമ്പോർട്ടാണ് ചെയ്യുന്നെങ്കിലോ മറ്റേതെങ്കിലും രാജ്യത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ടാണ് ചെയ്യുന്നെങ്കിൽ സെയിം ആ രാജ്യത്തിന്റെ പോർട്ടിൽ നിന്ന് വരെയുള്ള ചെലവുകളെല്ലാം ആഡ് ചെയ്യുക. അതാണ് FOB. അതിനുശേഷം ഫ്രൈറ്റും ഇൻഷുറൻസും പിന്നെ ചെറിയ എന്തെങ്കിലും ചാർജസ്, ഇത് എല്ലാ കേസിലും വരണമെന്നില്ല. വന്നില്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സാധനങ്ങൾ രണ്ടും ഏതാ? ഈ ഫ്രൈറ്റും ഇൻഷുറൻസും എല്ലാ കേസിലും വരണം. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കണം. ഏത്? 20% 1.125% നമ്മൾ എടുക്കണം. പഠിക്കോ? ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചോളൂ. ഇത്രയും മതി. നമുക്ക് നാളത്തെ ഒരു ക്ലാസ്സിലും കൂടെ കൊണ്ട് ഈ വാല്യൂഷൻ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ടെക്സ്റ്റിലുള്ള ബാക്കി ഇല്ലുസ്ട്രേഷൻസ് ഇനിയിപ്പോൾ എനിക്കൊന്ന് 3-4-5 ഇല്ലുസ്ട്രേഷൻസ് ഉണ്ട്. നമുക്ക് അതും കൂടി ചെയ്യാം. ഇന്നത്തെ ഭയങ്കര ഹെക്റ്റിക് ഡേ ആയിരുന്നു. ഇന്ന് ഓഫ്ലൈൻ ക്ലാസ്സും ഓൺലൈൻ്റെ ഒരു ലൈവ് ബാച്ചും പിന്നെ കുറേ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആണ്. ഇല്ലെങ്കിൽ നമുക്ക് 1-2 ക്വസ്റ്റൻ കൂടി ചെയ്യാമായിരുന്നു. ഞാൻ ഇന്ന് വിചാരിച്ചിരുന്നത് ഞാൻ ആ പറഞ്ഞ എക്സ്പോർട്ട് ഡ്യൂട്ടിയുടെ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിൻ്റെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത്രയും മതി. ഓക്കെ, ബൈ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.